നമസ്കാരം, അനുജാസ് ടീച്ചിങ് ആസ്പിരൻസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് ഡിസ്കഷൻ ടോപ്പിക്സിന് വേണ്ടിയിട്ടാണ് ഒത്തുകൂടിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഒന്നുകൂടി പ്രാക്ടീസ് ആവാൻ, അപ്രതീക്ഷിതമായ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾ സംസാരിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത്തരം സെക്ഷനുകൾ വെക്കുന്നത്. അപ്പോൾ കാര്യമായ മാറ്റങ്ങൾ ഇതിൽ പലർക്കും സംഭവിച്ചിട്ടുണ്ട്. ഈ പഴയ കുട്ടികൾ, അതായത് കുറച്ച് നാളുകളായിട്ട്, ഏകദേശം 1 മാസത്തോളം, പിന്നെ അതിനേക്കാൾ മുമ്പ് ജോയിൻ ചെയ്തവര് നമ്മുടെ ഗ്രൂപ്പിനകത്തുണ്ട്. അപ്പൊ അവരുടെ ലാംഗ്വേജുമായിട്ട് നിങ്ങളെ കമ്പയർ ചെയ്യാതിരിക്കുക. അതാണ് ആദ്യം പറയാനുള്ളത്. പുതുതായിട്ട് 10 ദിവസത്തേക്കും 12 ദിവസത്തേക്കും ഒക്കെ ജോയിൻ ചെയ്തവരോടാണ് ഞാനിത് പറയുന്നത്. നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് അവരൊക്കെ നന്നായി സംസാരിക്കുന്നു, ഞങ്ങൾക്കത് കഴിയുന്നില്ലല്ലോ എന്ന് ചിന്തിക്കരുത്. അവര് നേരത്തെ കൂട്ടി ഇത് മനസ്സിലാക്കി ജോയിൻ ചെയ്തവരാണ്. അപ്പൊ അവരുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഈ ദിവസങ്ങളിൽ നിങ്ങളെ കൂടുതൽ ഡൗൺ ആക്കും. അങ്ങനെ ആകാതെ നിങ്ങൾ ചെയ്യേണ്ടത് അതിനും കൂടി ചേർത്തുള്ള എഫേർട്ട് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അറിയുന്ന കാര്യങ്ങളിൽ നിന്ന് അറിയാത്തതിലേക്ക് പോകുക എന്നുള്ളതാണ്. അപ്പോൾ കോൺഫിഡൻസ് ലെവൽ ഒന്ന് കൂട്ടാനായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും കൂടി ഉൾപ്പെടുത്തിയാണ് ഇന്നത്തെ സെക്ഷൻ ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ചോദ്യങ്ങൾ ചോദിക്കുന്നവര് ആരോടാണോ ചോദിക്കുന്നത് അവര് വീഡിയോ ഓൺ ചെയ്യാനായിട്ട് മറക്കരുത്. നോക്കട്ടെ ആരൊക്കെ ജോയിൻ ചെയ്തു. എല്ലാരെയും പേരെടുക്കാൻ പറ്റുന്നില്ലല്ലോ. ഓക്കെ, ജിഷ്ണ ടീച്ചറെ, അമ്മയ്യ എന്നുള്ള ഇതിൽ നിന്ന് അല്ലേ? അതെ, ജിഷ. ഓക്കെ ടീച്ചറെ, പിന്നെ ബോധന മാധ്യമം മാതൃഭാഷയിലാകണമെന്നാണ് കൊത്താരി കമ്മീഷൻ റിപ്പോർട്ട് മുതൽ ഇങ്ങോട്ട് പറയുന്നതും അതിനു വേണ്ടി ഉള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. പലരും അതിനെ അനുകൂലിക്കുമ്പോഴും ബോധന മാധ്യമം മാതൃഭാഷയിലായി കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ തുടർ വിദ്യാഭ്യാസ സമയത്തൊക്കെ പിന്നിലേക്ക് പോകില്ലേ? എന്താണ് ടീച്ചറിന്റെ അഭിപ്രായം? ബോധന മാധ്യമം പ്രൈമറി ക്ലാസ്സുകളിൽ അത് കുട്ടികൾക്ക് കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും, പിന്നെ അവരാദ്യം നമ്മുടെ മാതൃഭാഷ, അവരുടെ ലൊക്കാലിറ്റിയിലുള്ള ഭാഷ, മലയാളം ആണെങ്കിൽ മലയാളം, ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ്, അതിലായിരിക്കും അവർക്ക് കൂടുതൽ പ്രാവീണ്യം. കാരണം അവർ കേട്ടും ഒക്കെ പഠിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് അതാണ് അവരുടെ ആദ്യത്തെ ഒരു സറൗണ്ടിങ്സ്. കുടുംബത്തിൽ നിന്ന് ഏത് ഭാഷയാണോ അവർ ആർജിക്കുന്നത് അതായിരിക്കും അവർക്ക് കൂടുതൽ അറിയാവുന്നത്. അപ്പോൾ ആ ഒരു ഭാഷയിൽ തന്നെ അവർക്ക് പിച്ച വെക്കുന്ന സമയം മുതലേ അവർക്ക് ബോധനം ചെയ്തു കഴിഞ്ഞാൽ, അതായത് പഠനം ആ രീതിയിലാകുമ്പോൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ അവർക്ക് മനസ്സിലാവാനും അവരുടേതായ രീതിയിലുള്ള തീരുമാനങ്ങൾ ചെറിയ തോതിലെങ്കിലും പറയാനും, അത് അങ്ങനെയല്ലേ ടീച്ചറെ, ഇങ്ങനെയല്ലേ എന്നുള്ളത് പറയാനും മനസ്സിലാക്കാനും ഒക്കെ നമ്മളെ ബോധന മാധ്യമം നമ്മുടെ മാതൃഭാഷയിലാക്കുന്നത് കുറച്ചും കൂടെ നല്ലതായിരിക്കും. പിന്നെ സെക്കൻഡറി തലം ഒക്കെ ആകുമ്പോൾ നമ്മുടെ പാഠ്യപദ്ധതി തന്നെ പറയുന്നുണ്ട്, അന്യഭാഷകൾ, അതായത് ഇംഗ്ലീഷോ സംസ്കൃതം അങ്ങനെയുള്ള ഭാഷകൾ നമ്മൾ അതിൻ്റെ കൂടെ പഠിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ സെക്കൻഡറി തലമാകുമ്പോൾ മെല്ലെ കുട്ടികൾക്ക് കുറച്ചും കൂടെ അവരുടെ ആ തലം, സെക്കൻഡറി തലമാകുമ്പോഴത്തേനും ഏകദേശം മാതൃഭാഷയിലുള്ള ഏകദേശം അവര് കഴിവുകൾ, അതിൽ എഴുതാനും വായിക്കാനും ഒരാശയം പ്രകടമാക്കാനുള്ള ഒരു പ്രാപ്തി എത്തിയിട്ടുണ്ട്. പിന്നെ എത്താത്തത് ഇംഗ്ലീഷ് പോലെയുള്ള സബ്ജക്റ്റുകളിലായിരിക്കും അവർക്കൊരു ഡിസ്ക്രിപ്ഷൻ എഴുതാനോ ഒരു കോൺവെർസേഷൻ അവരുടേതായ രീതിയിലൊക്കെ എഴുതാനുള്ള ഒരു ബുദ്ധിമുട്ട് അവർ നേരിടുന്നത്. അപ്പോ അതിന് കുറച്ച് കൂടുതൽ പ്രാധാന്യം കൽപ്പിച്ച് സെക്കൻഡറി തലത്തിൽ പോയി കഴിയുമ്പോൾ അതും കൂടെ അവർക്ക് കുറച്ചും കൂടെ ഈസി ആവും, കൂടുതൽ കൈകാര്യം ചെയ്യാൻ കഴിയും. അപ്പോ നമുക്ക് പിന്നീട് അങ്ങനെ അതിലേക്ക് വരാൻ കഴിയുമെന്നാണ് എൻ്റെ അഭിപ്രായം. ടീച്ചർ ഇംഗ്ലീഷ് മീഡിയം ആയിരുന്നോ മലയാളം മീഡിയം ആയിരുന്നോ? ഞാൻ മലയാളം മീഡിയം ആയിരുന്നു. മലയാളം മീഡിയത്തിൽ 10ാം ക്ലാസ് വരെ പഠിച്ച് +2 പോയപ്പോൾ അത് എളുപ്പമായിരുന്നു പ്ലസ് 1?
പ്ലസ് വണ്ണിലേക്ക് ചില വേർഡ്സ് നമുക്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ചിലത്, അതായത് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച കുട്ടികളുടെ അത്ര പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യാൻ കഴിയില്ല. ചില വേർഡ്സിന് കറക്റ്റ് ആയിട്ടുള്ള മീനിങ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. നമ്മൾ മനസ്സിലാക്കിയ ടീച്ചർ പറയുന്ന രീതിയിലാവണം നമ്മൾ മനസ്സിലാക്കുന്നത് എന്നില്ല. ടീച്ചർ അതിന്റെ വേറൊരു വേർഷൻ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക, നമ്മളത് മനസ്സിലാക്കിയത് വേറൊരു തരത്തിലായിരിക്കാം. അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആദ്യം നമ്മൾ ഒരു +1 ആ കാറ്റഗറിയിലൊക്കെ പെടുമ്പോൾ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് അവരുടെ കൂടെ നമ്മള് സഹപാഠികളിൽ ഒരുപാട് പേര് ഇംഗ്ലീഷ് മീഡിയക്കാരാ. അപ്പൊ അവരെ കൂടെ നമ്മൾ കൂടുതൽ കമ്പയിൻ ചെയ്യുമ്പോഴും അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോഴും ഒക്കെ നമ്മൾ മെല്ലെ മെല്ലെ അവരുടെ ഒരു ലെവലിലേക്ക് നമ്മളും കൂടെ ഡെവലപ്ഡ് ആയി. പിന്നെ ഓക്കെ ടീച്ചറെ, അങ്ങനെയാണെങ്കിൽ നിലവിലത്തെ ഒരു രീതി അനുസരിച്ച് +1 മാർക്കും കൂടി ആഡ് ചെയ്തിട്ടാണ് +2 മാർക്ക് വരുന്നത് അല്ലേ? അതെ അതെ അതെ. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ +1 മലയാളം മീഡിയത്തിൽ പഠിച്ച് ബോധനമാധ്യമം മാതൃഭാഷയിലായി അതൊക്കെ പഠിച്ചു വരുന്ന കുട്ടി ആദ്യത്തെ പരീക്ഷയ്ക്ക് എന്തായാലും ടീച്ചർ പറഞ്ഞ രീതിക്കാണെങ്കിൽ വലിയൊരു മാർക്ക് സ്കോർ ചെയ്യുക പ്രയാസമുള്ള കാര്യമാണ്. അതുപോലെ ഓരോ പരീക്ഷയുടെയും ശരാശരി എടുത്ത് നമ്മുടെ +2 ആഡ് ചെയ്യപ്പെടുമ്പോ കുട്ടി പിന്നിലേക്ക് പോവുകയല്ലേ? അതൊരു പരീക്ഷണമല്ലേ? ഒരു വിധത്തിൽ പരീക്ഷണം എന്ന് പറയാം. പക്ഷെ അവിടെ നമുക്ക് ഓപ്ഷൻ എന്ന് പറയുന്നത് ഉണ്ട്. കാരണം +1 ഇതിൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ മാതൃഭാഷയിൽ എഴുതാം എന്നുള്ള ഒരു രീതിയും കൂടെ ഉണ്ട്. കാരണം ഇപ്പോ സർക്കാർ സ്ഥാപനങ്ങളിലെല്ലാം നമ്മള് ഫോമുകളും നമ്മള് മറ്റേ സർക്കുലറും എല്ലാം നമ്മുടെ മാതൃഭാഷയിലാണ്. കേരളത്തിലെ നമ്മുടെ ഗവൺമെന്റ് ഓഫീസുകളിലെല്ലാം നമ്മുടെ മാതൃഭാഷയിലുള്ള ഫോംസുകളും സർക്കുലർ എല്ലാം ഇറങ്ങുന്നത് ആ ഒരു രീതിയിലാണല്ലോ. അപ്പോ ഇംഗ്ലീഷിന്റെ കൂടെ തന്നെ നമ്മുടെ മാതൃഭാഷയ്ക്ക് പ്രാധാന്യം നൽകണം, അതിന്റെ കൂടെ ഇംഗ്ലീഷും നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ബോധന മാധ്യമം മാതൃഭാഷയിലാണ് നല്ലത് എന്നാണോ ടീച്ചറിന്റെ അഭിപ്രായം? ബോധന മാധ്യമം പ്രൈമറി തലത്തിൽ മാതൃഭാഷയിലായിരിക്കണം എന്ന് ആണ് എന്റെ അഭിപ്രായം. കാരണം കുട്ടികൾ അല്ലാതെ ഇരിക്കുമ്പോൾ അത് കുട്ടികൾക്ക് അറിയാൻ പറ്റില്ല. ഓക്കെ ഓക്കെ ടീച്ചറെ, അങ്ങനെയാണെങ്കിൽ അശ്വതി ജഷ്മ ടീച്ചർ ടീച്ചറെ വീഡിയോ ഓൺ ചെയ്തോ. മുഖം കാണുന്നില്ലടാ. ഹായ് ബേബി, ആരാ അത്? ഹായ്. ഓക്കെ, അമ്മയോടൊന്ന് സംസാരിക്കട്ടെ. നല്ല കുട്ടിയായിട്ട് നിക്കോ? ഓക്കെ, താങ്ക് യു. ഇന്ന് ചോദിക്കട്ടെ അമ്മയോട്. ടീച്ചറെ, ബോധന മാധ്യമം മാതൃഭാഷയിൽ ആയ ഒരു കുട്ടി പ്രൈമറി തലത്തിൽ നമ്മുടെ ടീച്ചർ പറഞ്ഞതുപോലെ പ്രൈമറി തലത്തിൽ ബോധന മാധ്യമം ഒക്കെ മാതൃഭാഷയിൽ നമ്മൾ കൊടുത്തു. അങ്ങനെ കൊണ്ടുവരുമ്പോൾ +2 +1 ഒക്കെ വരുമ്പോൾ ഈ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നു എന്നുള്ളത് വസ്തുതയായിട്ട് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പ്രശ്നത്തെ പരിഹരിക്കാനായിട്ട് നമുക്ക് എന്താണ് ചെയ്യാനാകുക? UP തലത്തിലെത്തുമ്പോൾ മാധ്യമം ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി എന്ന ഭാഷയും ഉൾപ്പെടുത്താമെന്നുണ്ടല്ലോ. അപ്പൊ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്ന സമയത്ത് തന്നെ ഇംഗ്ലീഷിൽ കുട്ടികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുകയും കൂടെ ചെയ്താൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും എന്ന് തോന്നുന്നുണ്ട്. അപ്പൊ ബോധന മാധ്യമം മാതൃഭാഷയാണോ? ബോധന മാധ്യമം മാതൃഭാഷ തന്നെ ആയിരിക്കണം. കൂടാതെ ഇംഗ്ലീഷ് ഹിന്ദി വിഷയങ്ങൾ എടുക്കുന്ന സമയത്ത് ആ വിഷയത്തിൽ കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ, കുട്ടികളും കൂടെ ഇന്ററാക്ട് ചെയ്യുകയാണെങ്കിൽ അവർ ആ ലാംഗ്വേജും കൂടി സ്വായത്തമാക്കുന്നുണ്ട്. കുറച്ചും കൂടെ എളുപ്പമായി. പക്ഷെ സയൻസ്, സോഷ്യൽ സയൻസ് ഇതൊക്കെ പഠിപ്പിക്കുമ്പോൾ ബോധന മാധ്യമം മാതൃഭാഷ എന്നാണ് ടീച്ചറൊക്കെ പറയുന്നത്. എല്ലാവരും അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ആ കുട്ടികള് സയൻസ് വിഷയം ഐച്ഛിക വിഷയമായി സയൻസ് അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് തിരഞ്ഞെടുത്ത് പോകുമ്പോഴാണ് ഈ വിഷയം വരുന്നത്, പ്രശ്നം വരുന്നത്. അവർക്ക് ടേംസുകൾ കിട്ടുന്നില്ല, അവർക്കത് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നു. അപ്പൊ അതിനെ പരിഹരിക്കാൻ എന്താണ് നമുക്ക് ചെയ്യാനാകുക? വലിയ ചോദ്യമൊന്നുമല്ല, ഉത്തരം കിട്ടും. സുസ്മിത ടീച്ചറെ ഒന്ന് പറഞ്ഞോളൂ, വീഡിയോ ഓൺ ചെയ്ത് പറഞ്ഞു.
ആ ടീച്ചറെ, ആ. ഈ +1 കടക്കുമ്പോൾ കുട്ടിക്ക് എന്തായാലും ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ആ ഒരു വർഷം ഇപ്പൊ എന്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ ഞാൻ മലയാളം മീഡിയം പഠിച്ച ഒരാളാണ്. അപ്പൊ +1 വന്നപ്പോൾ എനിക്ക് ആ ഒരു വർഷം ശരിക്കും നല്ല ബുദ്ധിമുട്ടുണ്ടായി. പക്ഷെ +2 കടന്നപ്പോൾ അത് കുറെ കുറഞ്ഞു. ഡിഗ്രി ആയപ്പോഴത്തേക്കും നല്ലോണം വ്യത്യാസം വന്നു. ശരിക്കും ഇംഗ്ലീഷിൽ തന്നെയായിരുന്നു കമ്മ്യൂണിക്കേഷൻ ഫുള്ള്, ടീച്ചേഴ്സ് ഒക്കെ. അപ്പൊ നമുക്ക് നല്ല വ്യത്യാസം വന്നു. ഇനിയിപ്പോ കുട്ടികൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് നമുക്ക് അവർക്ക് ഇംഗ്ലീഷ് ജേണൽസ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ചാനൽ കാണാൻ പറയാം. വേണ്ട, കാർട്ടൂൺ മതിയല്ലോ, കാർട്ടൂൺ ഇംഗ്ലീഷിലുണ്ട്, അത് കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. അപ്പൊ അത് ഇംഗ്ലീഷിൽ കണ്ടാൽ തന്നെ അവരുടെ കമ്മ്യൂണിക്കേഷൻ. ഇംഗ്ലീഷ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആവുന്നു. പക്ഷെ നമുക്ക് വേണ്ടത് ഇംഗ്ലീഷ് അല്ല, ഇംഗ്ലീഷിന്റെ ആ ഒരു പ്രോബ്ലം മനസ്സിലാക്കാൻ വേണ്ടി ആ ഒരു +1 സ്റ്റേജിലെ അവർക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ സജസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞതാ. പക്ഷെ നമുക്ക് വേണ്ടത് സയൻസ് ആണ്. സയൻസും സോഷ്യൽ സയൻസും ഒക്കെയാണ് ഇംഗ്ലീഷിൽ വേണ്ടത്. ലാംഗ്വേജ് ഒരു പക്ഷെ അവര് നമ്മള് പ്രൈമറി തലം തൊട്ട് ഇംഗ്ലീഷ് നല്ല ഹലോ ഇംഗ്ലീഷും ഹലോ വേൾഡും ഈ ക്യൂബും ഒക്കെ വെച്ചിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തായിരിക്കും കൊണ്ടുവരുന്നത്. അതുകൊണ്ട് അവർക്ക് ലാംഗ്വേജ് വലിയ ബുദ്ധിമുട്ട് ലാംഗ്വേജിൽ ഇല്ല. എങ്കിലും അവർക്ക് ഈ കാര്യങ്ങളൊക്കെ മലയാളത്തിൽ പഠിച്ച് പിന്നെ ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ ആശയങ്ങൾ ഗ്രഹിക്കാൻ ഒക്കെ ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട്, അതെന്താണെന്ന് അറിയാനുള്ള ബുദ്ധിമുട്ടൊക്കെ വരുന്നു. അതെന്താന്ന് എനിക്ക് അറിയില്ല ടീച്ചറെ. ഞാൻ ഉത്തരം പറയുമ്പോ അയ്യോ ടീച്ചറെ എന്ന് പറയരുത്. അങ്ങനെയാണെങ്കിൽ അശ്വതി ശ്രീചന്ദ് പറഞ്ഞോടാ. നമ്മൾ സയൻസ് ഒക്കെ പഠിക്കുമ്പോൾ പൊതുവെ നമ്മൾ പഠിച്ചു വന്ന സിസ്റ്റം വെച്ചിട്ട് പെട്ടെന്ന് +1 എത്തുമ്പോഴത്തേക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു ആദ്യമൊക്കെ. നമ്മൾ ഒന്നിന്റെയും ഇംഗ്ലീഷ് വേർഡുകൾ പഠിക്കുന്നില്ല. എന്നാൽ ഇപ്പോഴത്തെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇപ്പൊ നമ്മൾ ആവാസ വ്യവസ്ഥ എന്നൊരു വാക്ക് പഠിക്കുവാണെങ്കിൽ അതിന്റെ ബ്രാക്കറ്റിൽ തന്നെ എക്കോ സിസ്റ്റം അല്ലെങ്കിൽ ഫുഡ് ചെയിൻ അങ്ങനെയുള്ള എല്ലാത്തിന്റെയും വേർഡ്സ് ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടീച്ചർ അത് പഠിപ്പിക്കുമ്പോൾ കൂടെ അതും കൂടി പറഞ്ഞു പോവുകയാണെങ്കിൽ കുട്ടികൾക്ക് ആ വേർഡ് ഇച്ചിരി കൂടി ഫെമിലിയർ ആവും. പെട്ടെന്ന് ചെന്ന് നമ്മള് +1 പഠിക്കുമ്പോഴത്തേക്ക് നമുക്കത് കിട്ടണമെന്നില്ല. എടാ നീ പിന്നെ ക്ലാസ്സിന് ഇരിക്കുമ്പോ വീഡിയോ കറക്റ്റ് ഫോൺ കറക്റ്റ് വെക്കണേ, ഫേസ് ഇട്ടത്തൊക്കെ രീതി. ക്ലാസ് കഴിഞ്ഞ് വന്നേന്നോ? ഇല്ല, ഇവിടെ ഉണ്ടായിരുന്നു, മോനും ഉണ്ട്. എന്റെ ഒരു ഇത് സൈഡിൽ ഇരുത്തിരിക്കും. ആരും പിള്ളേരെ സ്കൂളിൽ വിട്ടില്ലെന്ന് തോന്നുന്നല്ലോ. ഇല്ല, ഇപ്പൊ 12 മണി വരെ ഉള്ളൂ, ഇനി എത്തും. ഓക്കേടാ. എടാ നിന്റെ ഫുൾ നെയിം എന്തുവായിരുന്നു? അശ്വതി MS അല്ലേ? ഇതില് ചേട്ടന്റെ പേരാണല്ലേ? അച്ഛനെയൊക്കെ എടുത്ത് കളഞ്ഞോ അതോ? അതെ അതെ അതെ, ശ്രീചന്ദ്. ഓക്കെ. ഇനി സുസ്മിത ടീച്ചർ ഒന്ന് വീഡിയോ ഓൺ ആക്കിക്കേ. എന്തേ പറഞ്ഞോ ടീച്ചറെ? ശരി ടീച്ചറെ, ഇത് ഞങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ബ്രാക്കറ്റില് ഇംഗ്ലീഷ് വേർഡുകൾ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്കിപ്പോ പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വന്നു. ശരിയാ, അങ്ങനെ ഒരു ഇത്. അപ്പൊ ഞങ്ങളുടെ അന്ന് പറഞ്ഞായിരുന്നു, സിസ്റ്റേഴ്സ് ഒക്കെ ആയിരുന്നു. അപ്പൊ അന്ന് അവര് പറഞ്ഞായിരുന്നു നിങ്ങൾക്ക് അടുത്ത കൊല്ലം ആവശ്യം വരും, ശ്രദ്ധിച്ചു വെച്ചോ എന്ന് പറഞ്ഞായിരുന്നു. നമ്മളാ സമയത്ത് പിന്നെ ഇല്ല, ഇത് ഞാൻ മറന്നു ഇരിക്കായിരുന്നു. ഇപ്പൊ ഈ ടീച്ചർ പറഞ്ഞപ്പോ എനിക്കത് ഓർമ്മ വന്നു. അന്നത് കേട്ടിട്ടുണ്ട്, ശ്രദ്ധിച്ചിട്ടുമുണ്ട്. പക്ഷെ ഇപ്പൊ ആ കാര്യം വിട്ടുപോയി. അതെ, നിസ്സാരമായ കാര്യമാണ്. കണ്ടോ, നമുക്ക് അറിയാം നമ്മുടെ ഉള്ളിലുണ്ട് നിസ്സാരമായ ഒരു ജസ്റ്റ് ഒരു ചെറിയ പോയിന്റ് അല്ലേ? നമുക്ക് അറിയാവുന്നതാണ്, നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. കാര്യം നമ്മള് ഞാൻ പറഞ്ഞു, എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ കേട്ടാൽ ഉപരിപ്ലവമായി മാത്രം ചിന്തിച്ചു പോകുന്നു. അതിന്റെ ഉള്ളിലേക്ക് ഒന്നുകൂടി കടന്ന് എന്തായിരിക്കും ആൻസർ അറിയാമെന്ന് ചിന്തിച്ച് ആൻസറിലേക്ക് എത്തിയാല് നമുക്ക് എത്താൻ പറ്റും. ആൻസർ എനിക്കറിയാം, എന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്, അത് എടുക്കണം എന്ന രീതിയിൽ നമ്മൾ നന്നായി ഒന്ന് പ്രോസസ് ചെയ്താൽ ഉത്തരം വരും. ഇത് ഇച്ചിരി പ്രയാസമാണല്ലോ, ടീച്ചർ ഉദ്ദേശിക്കുന്നത് ഇതല്ലല്ലോ എന്നൊക്കെയുള്ള ചിന്തയാണ് നിങ്ങളുടെയൊക്കെ മനസ്സിലാദ്യം വരുന്നത്. ടീച്ചർ പിന്നെ അത് കൺവിൻസ്ഡ് അല്ല, അപ്പൊ അതല്ല ഞാൻ പറയുന്നത് ചിലപ്പോൾ തെറ്റായിരിക്കാം എന്നുള്ള ചിന്തയൊക്കെയാണ് വരുന്നത്. അതുകൊണ്ടാണ് ഈ ഉത്തരം എന്നിട്ടും അത് എടുക്കാൻ പറ്റാത്തത്. ഓക്കെ, എല്ലാരും മനസ്സിന്റെ താക്കോലൊക്കെ കയ്യിൽ എടുത്തു വെച്ച് നന്നായിട്ടൊന്ന് തുറന്നിടണേ, വായു സഞ്ചാരമൊക്കെ ഉണ്ടാവട്ടെ. ഓക്കെ ടീച്ചറെ. അപ്പോ അശ്വതി ടീച്ചർ പറഞ്ഞതുപോലെ ആണ് കാര്യങ്ങൾ. അതായത് നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിപ്പിക്കുമ്പോൾ കുട്ടികളെ ബോധന മാധ്യമം മാതൃഭാഷയിലാണെങ്കിൽ
അതിന്റെ പ്രത്യേകത എന്താ? കുട്ടികൾക്ക് നന്നായി ചിന്തിക്കാനാകും, നന്നായിട്ട് പ്രകടിപ്പിക്കാനാകും, അവരുടെ ഉള്ളിലുള്ള ആശയത്തെ ഭാവനയൊക്കെ നന്നായി പ്രകടിപ്പിക്കാനാകും, നന്നായിട്ട് അവർക്ക് ഒരു ക്വസ്റ്റ്യനെ അറ്റൻഡ് ചെയ്യാനും പറയാനും ഒക്കെ ആവും. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾ പിറകിലേക്ക് പോകുന്നത് ഇപ്പൊ ഇംഗ്ലീഷ് ഒരു ഗ്ലോബൽ ലാംഗ്വേജ് ആയതുകൊണ്ടും തുടർ വിദ്യാഭ്യാസത്തിന്റെ സാധ്യതകൾ ഏറെയും ഇംഗ്ലീഷിലായതുകൊണ്ടും അവർക്ക് തുടർ വിദ്യാഭ്യാസ സമയത്തുണ്ടാകുന്ന കുറേയധികം ബുദ്ധിമുട്ടുകളുണ്ട്. അത് മനസ്സിലാക്കി നമ്മുടെ കുഞ്ഞുങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ഇപ്പൊ പഠിക്കുന്നുണ്ട് അല്ലെ, അവർക്ക് നന്നായി ലാംഗ്വേജ് കൈകാര്യം ചെയ്യാൻ കഴിയത്തക്ക രീതിയിലുള്ള പദ്ധതികളുണ്ട്. അവ നന്നായി നടപ്പിലാക്കിയാൽ മാത്രം മതി. അങ്ങനെ ആ പദ്ധതികളൊക്കെ കൃത്യമായി നടപ്പിലാക്കി അങ്ങനെയാണ് നമ്മുടെ മക്കൾ പഠിക്കുന്നതെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് അവർ നന്നായിട്ട് അക്വയർ ചെയ്യും, നന്നായി ഇംഗ്ലീഷിൽ ഭാഷ പ്രകടിപ്പിക്കാൻ അവർ പ്രാപ്തരാകും. പിന്നീട് അവർക്ക് പറ്റാത്തത് ഈ സയന്റിഫിക് ടേംസ്, അതുപോലെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ചില ജോഗ്രഫിക്കലൊക്കെ ആയിട്ടുള്ള ചില ടേമുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർക്ക് പിന്നെ ഇംഗ്ലീഷ് ആയിട്ട് പഠിക്കാനുള്ളത്. വാക്കുകൾ പഠിക്കണം, പദസമ്പത്ത് ഉണ്ടാകണം, എങ്കിൽ മാത്രമേ അതിന്റെ മലയാളവും കൂടി കോർത്തെടുക്കുമ്പോൾ അവർക്ക് ആശയം കിട്ടും. ഇപ്പം ഫോട്ടോസിന്തസിസ് എന്താണ് എന്ന് ഉള്ള ഒരു ചോദ്യം വരുമ്പോഴത്തേക്ക് കുട്ടികൾക്ക് അത് അറിയണമെന്നില്ല. നമ്മളത് പഠിക്കുന്ന പ്ലസ് വണ്ണിലും ഉണ്ട് ഫോട്ടോസിന്തസിസ് അല്ലെ, എല്ലാ ചെറിയ ക്ലാസ്സിലും ഉണ്ട്. പ്ലസ് വണ്ണിൽ നമ്മൾ അതിനെ കുറച്ചുകൂടി ഡീപ്പായിട്ട് പഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് പിന്നെ അങ്ങനെ വരും. മോനെ അമ്മ ക്ലാസ്സിലാണ്, 4 മണിക്ക് ഫ്രീ ആവാം, 3 മണിക്ക് ഫ്രീ ആവും. പിന്നെ അപ്പോൾ ഡീപ്പായിട്ട് പഠിക്കുന്നത് പ്ലസ് വൺ സമയത്താണ്. അപ്പൊ ഈ കുട്ടി ഫോട്ടോസിന്തസിസ് ഒന്ന് കേട്ടിട്ടില്ലെങ്കിൽ കുട്ടിക്ക് അത് എന്താണെന്ന് പറയാൻ കഴിയില്ല. പിന്നീട് പ്രകാശ സംശ്ലേഷണം എന്ന് പറയുമ്പോൾ കുട്ടി ആശയം മൊത്തത്തിൽ പറയുകയും ചെയ്യും. അപ്പൊ അവിടെ എന്താണ്, ഈ വാക്കുകൾ രണ്ടും ഒന്നാണ് എന്ന് കുട്ടിക്ക് തിരിച്ചറിയാൻ കഴിയാതെ വരുമ്പോഴാണല്ലോ ഈ പ്രശ്നം. അപ്പൊ നമ്മൾ ബോധപൂർവം തന്നെ ചെറിയ ക്ലാസ്സുകളിൽ ബോധനമാധ്യമം മാതൃഭാഷ ആയിക്കൊള്ളട്ടെ, പക്ഷെ നമ്മൾ ആ വാക്ക് കുട്ടിയിലേക്ക് കൃത്യമായി എത്തിക്കണം. അങ്ങനെ എത്തിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ആശയം കുട്ടിയിൽ കൂടുതൽ നന്നായിട്ട് കുട്ടിക്ക് മനസ്സിലാവും. ലാംഗ്വേജ് കൊണ്ട് വാക്കുകൾ ഇന്നതാണ് എന്ന് മനസ്സിലാക്കാനും കൂടി കഴിഞ്ഞാൽ ഉറപ്പായും നല്ല മാർക്ക് സ്കോർ ചെയ്യാനാകില്ലേ? ആകോ? അപ്പൊ അങ്ങനെ, അതായത് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ ബോധപൂർവം കുട്ടികളിലേക്ക് വാക്കുകൾ എത്തിക്കണം. അത് എത്തി എന്ന് ഉറപ്പാക്കുക തന്നെ വേണം. ഫോട്ടോസിന്തസിസ്, പ്രകാശ സംശ്ലേഷണം എന്ന രീതിയിൽ അവര് അത് പഠിക്കട്ടെ, അവർക്ക് കൃത്യമായി പറഞ്ഞു കൊടുക്കുക. പിന്നെ ഇംഗ്ലീഷിലും മലയാളത്തിലും എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നല്ലതാണ്. മലയാളത്തിൽ നമ്മൾ ഇങ്ങനെ പറയുന്നു, അതിനെ ഇംഗ്ലീഷ് കുറച്ചുകൂടി യൂസ് ചെയ്യുന്നു, ആ ഒരു രീതിയിലേക്കൊക്കെ ആകുമ്പോഴേക്ക് കുട്ടികൾക്ക് ഇതിനോടുള്ള ഭയം അങ്ങ് മാറിക്കിട്ടും. ഇപ്പം അനുഭവങ്ങൾ പറഞ്ഞത് കൊണ്ട് മാത്രം പറയുകയാണ്. പിന്നെ ഞാൻ ചെറിയ ക്ലാസ്സിലല്ല, ഞാൻ മലയാളം മീഡിയത്തിലാണ് പഠിച്ചത്. പക്ഷെ എനിക്ക് ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമൊക്കെ ഉള്ളിന്റെ ഉള്ളിലുണ്ട്. ഇംഗ്ലീഷിനോട് അന്നേ ഒരു ഇഷ്ടമുണ്ട്. അപ്പൊ കഴ്സീവ് റൈറ്റിംഗ് ഒക്കെ മറ്റുള്ള കുട്ടികളുടെ അത് കാണുമ്പോൾ എൻ്റെ അച്ഛൻ അതിന്റെ ശക്തിയുക്തം എതിർത്ത ആളാണ് കഴ്സീവ് റൈറ്റിങ്ങിനെ. ഞാനും പിന്നീട് അച്ഛനാണ് ശരിയെന്ന് തിരിച്ചറിഞ്ഞ് ഞാനും അതിനെ എതിർക്കുക തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ നമുക്ക് ആ സ്റ്റൈൽ ഇഷ്ടമാണ്, സ്റ്റൈലിൽ എഴുതാനൊക്കെ. അപ്പൊ അത് പഠിച്ചത് സ്വയം ഉൾപ്രേരണ അല്ലെ, ആന്തരിക അഭിപ്രേരണ മൂലം സ്വന്തമായിട്ട് പഠിച്ചു. ഗ്രാമർ പഠിക്കണമെന്ന് തോന്നിയപ്പോ വീട്ടിൽ പൊടി പിടിച്ച് കിടന്ന ഒരു ഗ്രാമർ ബുക്കൊക്കെ എടുത്തു വെച്ച് വായിച്ച് ഇങ്ങനെ നോക്കി കുറെയൊക്കെ അന്ന് പഠിച്ച് സെന്റൻസുകൾ ഉണ്ടാക്കാനും ഒക്കെ ശ്രമിച്ചു. അപ്പൊ അതെല്ലാം ആന്തരിക അഭിപ്രേരണ ആയതുകൊണ്ട് മാത്രം ഒരാൾക്കും എന്നെ പഠിപ്പിക്കാനാകില്ല. ഒരാൾക്കും എന്നെ ഒരു കാര്യം പഠിപ്പിക്കാൻ കഴിയില്ലായിരുന്നു. കാര്യം ഞാൻ വിചാരിക്കണം, അതെല്ലാ കുട്ടികളും അങ്ങനെ തന്നെയാണ്. പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ കൂടുതൽ വാശി, ആ ഒരു രീതിയാണ്. ഞാൻ സ്വയം എനിക്ക് തോന്നണം, അതാണ് എൻ്റെ ശൈലി. അപ്പൊ അങ്ങനെയാണ് പഠിച്ചു വന്നത്. അപ്പൊ അന്നൊക്കെ ഞാൻ ഈ കൂട്ടുകാരുടെ പുസ്തകത്തില് എന്റെ പുസ്തകവും അവരുടെ പുസ്തകവും വെച്ച് വായിക്കാനൊക്കെ ശ്രമങ്ങളൊക്കെ നടത്തുന്ന ആളായിരുന്നു. പിന്നീട് ആ നല്ല ഗുണമൊക്കെ അങ്ങ് മാറിക്കിട്ടി. അപ്പൊ പിന്നെ നമ്മൾ കൂടുതൽ കളികളിലേക്കൊക്കെ പോയി, ആ ഒരു രീതി. അതൊക്കെ കഴിഞ്ഞപ്പോ പ്ലസ് വൺ വന്നു. പ്ലസ് വണ്ണില് ഒരുവിധം മാർക്ക് സ്കോർ ചെയ്തു. SLC ഒക്കെ ഉള്ള നന്നായി മാർക്ക് സ്കോർ ചെയ്ത പലരെക്കാളും ഫസ്റ്റ് ചാൻസിൽ തന്നെ നമുക്ക് അന്ന് ഒക്കെ എഴുതണമല്ലോ ഇല്ലെങ്കിൽ, അപ്പൊ എല്ലാ വിഷയവും കിട്ടി. അങ്ങനെ പ്ലസ് വൺ വലിയ തട്ടിയും മുട്ടിയൊക്കെ അങ്ങനെ അങ്ങ് പോയി. പക്ഷെ പ്ലസ് ടു വന്നപ്പോൾ പിടി വീണു. പ്ലസ് ടു വന്നപ്പോഴത്തേക്ക് ഫസ്റ്റ് ഇയറിന്റെ എക്സാമിന്റെ മാർക്കിന് വിരലിൽ എണ്ണാവുന്ന മാർക്കുകൾ. അപ്പോൾ ഫിസിക്സിനൊക്കെ 3, അങ്ങനെയൊക്കെയുള്ള മാർക്കുകൾ. വളരെ എന്തൊരു നാണക്കേടാന്ന് ആലോചിച്ച് നോക്കണം. അച്ഛനും അമ്മയും അധ്യാപകരും കൂടെയാണ്. അപ്പൊ അവർക്ക് വളരെ ബുദ്ധിമുട്ട്. ചേച്ചിയാണെങ്കിൽ നന്നായിട്ട് പഠിക്കുന്നു, എങ്ങും പേരുദോഷം കേൾപ്പിക്കാത്ത കുട്ടി. ചേച്ചി പഠിച്ച അതേ സ്കൂളിൽ ആണ് ഞാനും, ഗവൺമെന്റ് സ്കൂളിൽ. അപ്പൊ ആകെ
ബുദ്ധിമുട്ട്. എനിക്ക് തന്നെ വിഷമമുണ്ട്. നമുക്ക് എടുത്താൽ പൊങ്ങുന്നതല്ലേ പറ്റൂ. നമ്മളെ കൊണ്ട് ശ്രദ്ധിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. ഇത്രയും അധികം കുട്ടികൾ ഇരിക്കുന്ന ക്ലാസ്സിൽ നമുക്ക് മനസ്സിലായില്ലെങ്കിലും അറിയുന്നവരുടെ ഒഴുക്കിനങ്ങ് ടീച്ചർ പോകുന്ന രീതി. പക്ഷെ ഒരു അധ്യാപിക മാറി വന്നു. ഒരു അധ്യാപിക എന്നെ വിളിച്ച് അടുത്ത് നിർത്തിയിട്ട് പറഞ്ഞു, നിനക്ക് കഴിയാഞ്ഞിട്ടല്ല, നീ ഒന്ന് ശ്രമിച്ചാൽ മതി. ഫിസിക്സ് ആണ്, എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത സബ്ജക്ട് എടുത്തതാണ്. അപ്പം ഹ്യൂമാനിറ്റീസ് എടുക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോ പറഞ്ഞത് പിന്നീട് ആകെയുള്ള ആശ്വാസം റെക്കോർഡ് വരയ്ക്കാം എന്നുള്ളത്. വരയ്ക്കാൻ ഇഷ്ടമാണ്. അവസാനം അതിലാണ് പിടിച്ചു നിൽക്കുന്നത്. നിന്നെ കൊണ്ട് പറ്റും, നിന്നേക്കാൾ കഴിവില്ലാത്ത കുട്ടികൾക്ക് പറ്റുന്നുണ്ട്, അപ്പൊ നിനക്ക് പറ്റും എന്നുള്ള ഒരു ആത്മവിശ്വാസം ജസ്റ്റ് ഒന്ന് വിളിച്ചൊന്ന് എന്നോട് പറഞ്ഞതേ ഉള്ളൂ. എന്താണ് പരിഹാരം ഒന്ന് സ്വയം ആലോചിച്ച് കണ്ടെത്തുക. എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ടീച്ചർ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ആണ് എൻ്റെ പ്രശ്നങ്ങൾ. സയൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വേണ്ടതും അതാണ്. അപ്പൊ ചെയ്ത ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ടീച്ചേഴ്സിനെ നേരിട്ട് പോയി കണ്ടിട്ട് നമുക്ക് എക്സ്ട്രാ ക്ലാസ്സുകൾ വെക്കും. എ ഡിവിഷനിലും ബി ഡിവിഷനിലും എക്സ്ട്രാ ക്ലാസ് രാവിലെ +2 ആയതുകൊണ്ട് ആദ്യം മുതലേ തന്നെ രാവിലെ ഒരു സെക്ഷൻ വെക്കാറുണ്ട്. അപ്പോൾ ഒരിടത്ത് എടുത്ത അതേ ക്ലാസ് ആയിരിക്കും അടുത്ത ക്ലാസ്സിലേക്ക് എടുക്കുക. അപ്പം ആ ടൈം ഡിവൈഡ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അങ്ങനെ ഉള്ളപ്പോൾ ഞാൻ അവരോട് സ്പെഷ്യൽ പെർമിഷൻ ചോദിച്ചിട്ട് 2 ക്ലാസ്സിൽ ഞാൻ ഇരുന്നോട്ടെ, അവിടെ കേൾക്കുന്ന അതേ കാര്യം ഇതേ ടീച്ചർ ഇപ്പുറത്തെ ക്ലാസ്സിൽ വന്ന് റിപ്പീറ്റ് ചെയ്യുമ്പോൾ 2 തവണ റിപ്പീറ്റ് ചെയ്ത് എനിക്ക് കേൾക്കാൻ പറ്റുന്നു. അപ്പൊ കുറച്ചുകൂടി ഉള്ളിലേക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതും കൂടി ഒന്ന് പരീക്ഷിച്ച് നോക്കാം എന്ന് കരുതി ഞാൻ തന്നെ എനിക്ക് വേണം എന്ന് തോന്നി അവരോട് റിക്വസ്റ്റ് ചെയ്ത് അവർക്ക് ഒരു ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞു. അന്നൊക്കെ കുറെ പേര് കളിയാക്കി കേട്ടോ, കൂടെയുള്ള ഒരുപാട് പേര് കളിയാക്കി. ഇതെന്താണ് ഷോ ഓഫ് ആണോ, അവിടെ വന്നിരിക്കുന്നു ഇവിടെ വന്നിരിക്കുന്നു, നമുക്കല്ലേ അറിയാവോ എങ്ങനെയും ജയിച്ചു പോകണം എന്നുള്ള ആഗ്രഹമാണെന്ന്. അങ്ങനെ എന്തായാലും ആ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. നല്ല രീതിയിൽ മാർക്ക് ഒരുവിധം നന്നായി തന്നെ സ്കോർ ചെയ്യാൻ പറ്റി. അവിടെ ഒരാളുടെ സപ്പോർട്ട് നമുക്ക് ഉണ്ടായിട്ടില്ല, മറ്റാരുടെയും സപ്പോർട്ട് കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന ഒരു കാലമാണ്. അച്ഛനും അമ്മയും അധ്യാപകരാണെങ്കിലും അവർക്ക് അവരുടേതായ 100,000 പ്രശ്നങ്ങൾ, അതിന്റെ നടുവിൽ ഞങ്ങളുടെ വിദ്യാഭ്യാസം, അങ്ങനെ ഒരു കാലഘട്ടമാണ്. അപ്പൊ അതാണ് നമുക്ക് പിന്നെ ഒന്നും അറിയില്ല. ഏറ്റവും വില്ലനായി നിന്നത് ഈ ലാംഗ്വേജ് മാത്രമാണ്. അത് മലയാളത്തിലായിരുന്നെങ്കിൽ കുറെ കൂടി എനിക്ക് പറ്റുമായിരുന്നു. പിന്നീടാണ് നമുക്ക് പിന്നെയാണ് ഈ ഒരു രീതി വന്നത്. ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ഫുള്ള് മലയാളത്തിൽ എഴുതാം എന്നൊക്കെയുള്ള രീതിയിലേക്ക് വന്നു. അപ്പോഴത്തേക്ക് നമുക്ക് പഠിച്ച കുറെ കാര്യങ്ങളെ കണക്ട് ചെയ്ത് എഴുതാനും ഒക്കെ പറ്റുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് നമ്മൾ രക്ഷപ്പെട്ടത്. അതുകൊണ്ട് ഇത് മനസ്സിലുള്ളത് കൊണ്ട് തന്നെ പിന്നീട് നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളെ സയൻസ് ഒക്കെ കൈകാര്യം ചെയ്യേണ്ടി വന്നപ്പോഴൊക്കെ ഞാൻ ഉറപ്പുവരുത്തിയിരുന്നു അവർ ആ ഇംഗ്ലീഷ് ടേം പഠിച്ചെടുക്കുന്നുണ്ട്, അത് ആശയം അവർ ഉൾക്കൊള്ളുന്നുണ്ട്. നമ്മുടെ നെഗറ്റീവ് അനുഭവങ്ങളാണ് നമ്മളെ നല്ലൊരു മനുഷ്യനാക്കുന്നത്, അല്ലെങ്കിൽ എതിരെയുള്ളവരുടെ വിഷമം മനസ്സിലാക്കി പഠിപ്പിക്കാൻ പറ്റുന്നത്. മിടുക്കരായ അക്കാദമികമായിട്ട് മിടുക്ക് കാണിക്കുന്ന പലർക്കും നല്ല ടീച്ചർ ആകാൻ പലപ്പോഴും കഴിയാറില്ല. ഒരുപാട് നല്ല മിടുക്കർക്ക്. കാര്യം അവർക്ക് ഈ താഴെ ഇരിക്കുന്നവരുടെ പ്രശ്നം മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്. അങ്ങനെയുള്ളവരില്ലെന്നല്ല, നല്ല മാർക്കുള്ള നല്ല അധ്യാപകരുണ്ടില്ലെന്നല്ല, എങ്കിലും അനുഭവിക്കുന്നവർക്കാണ് കുറച്ചും കൂടി അത് മനസ്സിലാക്കി പെരുമാറാൻ പറ്റുക. അപ്പൊ ഈ പറഞ്ഞതുപോലെ നമ്മൾ ടേമുകളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആ ഒരു വിഷയത്തെ നമുക്കവിടെ പരിഹരിക്കാം. അങ്ങനെയാണെങ്കിൽ രേഷ്മ ടീച്ചറെ ഓണാക്കിയിട്ടേ പറയൂ. രേഷ്മ രാജേഷ് ഫസ്റ്റ് കോൾ രേഷ്മ രാജേഷ്, സെക്കൻഡ് കോൾ രേഷ്മ ടീച്ചറെ, സുസ്മി ടീച്ചറെ കേൾക്കാമോ? കേൾക്കാം, എനിക്കിത് മറക്കാനുണ്ടായിരുന്നില്ല. എന്താ ടീച്ചറെ? പറ്റല്ലേ? ആ രേഷ്മ ടീച്ചറിനെയാണ് ഞാൻ വിളിച്ചത്. പഠന വൈകല്യം ഏതൊക്കെ തരമാണ്? പഠന വൈകല്യം നമ്മള് സൈക്കോളജിയിൽ പഠിക്കണത് അതാണ് ഉദ്ദേശിക്കുന്നത്. അതില് നമുക്ക് വായനാ വൈകല്യം ഉണ്ട്, അതുമാതിരി എഴുതുമ്പോ ഡിസ്ലെക്സിയ, ഡിസ്കാൽക്കുലിയ, അയ്യോ അങ്ങനെയൊക്കെ. പറഞ്ഞു ടീച്ചർ, ഏതൊക്കെയാണെന്ന് അറിയുന്ന പഠന വൈകല്യങ്ങൾ. പിന്നെ മറന്നുപോയി.
വായനാ വൈകല്യമാണെങ്കിൽ എങ്ങനെ പരിഹരിക്കാം? വായനാ വൈകല്യമാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് പാഠഭാഗങ്ങള് ഓരോന്നായിട്ട് ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് കൊടുത്തിട്ട് അവരെ കൊണ്ട് തന്നെ ഒന്ന് വായിപ്പിക്കാൻ ശ്രമിക്കുക. അപ്പൊ അവർക്ക് ഏത് ഭാഗത്താണോ ഇപ്പൊ അക്ഷരം തെറ്റി വായിക്കുകയാണോ അല്ലെങ്കിൽ വേർഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആയി മാറി അങ്ങനെ വരാണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അത് എവിടെയാ തെറ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മളത് കറക്റ്റ് ചെയ്ത് അത് 2-3 പ്രാവശ്യം നമ്മൾ ആ തെറ്റ് അവരിൽ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവർക്ക് തന്നെ സ്വയം തോന്നും ഇവിടെയാണ് ഞാൻ തെറ്റ് വരുത്തുന്നത്. അപ്പൊ പിന്നീട് ഒരു പ്രാവശ്യം കൂടി വായിക്കുമ്പോൾ അവര് തന്നെ സ്വയം തിരുത്താനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ ആ ഒരു തെറ്റുകൾ നമ്മൾ ചൂണ്ടിക്കാട്ടുമ്പോൾ സ്വയം അവർ തിരുത്തുന്നതിലൂടെ നമുക്ക് ആ ഒരു വൈകല്യം മാറ്റിയെടുക്കാനായിട്ട് പറ്റുന്നതാണ് തോന്നുന്നത്. പിന്നെ മാത്സിൽ പഠിച്ച് കാൽക്കുലേറ്റ് എന്ന് പറയുമ്പോൾ മാത്സിൽ ഇതുപോലെ തന്നെ അവർക്കൊരു വൈകല്യം ഉണ്ടാവും. ഇപ്പൊ ഗുണനത്തിലും അഡീഷൻ വൈകല്യമല്ലേ ചോദിച്ചേ? അതാണ് ഞാൻ പറഞ്ഞത്. അത്രേ ഉള്ളൂ അതാ ഞാൻ പറഞ്ഞ അതിന്റെ പരിഹാരം എനിക്ക് അങ്ങോട്ട് ബോധിച്ചില്ല. വേറെ ഇതാണ് ഇങ്ങനെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ ഏതെങ്കിലും കണ്ടന്റ്, അതായത് ഇപ്പൊ ഒരു പാഠഭാഗം കൊടുത്തിട്ട് കുട്ടികൾക്ക് വായിപ്പിച്ച് നോക്കാം. അപ്പൊ കുട്ടികൾ വായിക്കുന്ന വായനാ വൈകല്യം വരുന്നത് ഈ കുഞ്ഞിന് വായിക്കാൻ പറ്റുന്നില്ല, അല്ലെ അക്ഷരങ്ങൾ തിരിഞ്ഞു പോകുന്നു, അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ട് വരുന്നുണ്ട്. ആദ്യം അവർക്ക് അങ്ങനെയാവുമ്പോ ഫസ്റ്റ് ആദ്യം നമ്മൾ അവർ പഠിച്ചിരിക്കുന്ന രീതി, അതായത് അക്ഷരമാല ആ ഒരു രീതി നമ്മൾ ആദ്യം ചെക്ക് ചെയ്ത് അവർക്ക് അറിയോ, അത് പ്രോപ്പറായിട്ട് പഠിച്ചിട്ടുണ്ടോ, മുന്നത്തെ ക്ലാസ് പ്രീവിയസ് ഇയർ ഉണ്ടായിരുന്ന ക്ലാസ്സുകളിലൊക്കെ അവര് അത് കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ആദ്യം അവരുടെ നോക്കണം. അത് കഴിഞ്ഞിട്ടാണ് ഈ പറഞ്ഞ പോലെ വാക്കുകളാണോ മാറിപ്പോണേ, അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോണതാണോ, അല്ലെങ്കിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിട്ട് വരുന്നതാണോ, വായിക്കുമ്പോ അക്ഷരങ്ങൾ മാറിപ്പോണതാണോ എന്നുള്ളതൊക്കെ നമ്മള് അങ്ങനെ നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഇതിന് വായനാ വൈകല്യം, വായനയിലും എഴുത്തിലുമുള്ള ഈ ഒരു വൈകല്യത്തെ പറയുന്ന പേരെന്താണ്? വായനാ വൈകല്യത്തിലുള്ള ഡിസ്ലെക്സിയ എന്ന് പറയുന്നത്. ഓക്കെ, ഡിസ്ലെക്സിയ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സുമി ചേച്ചി ഒന്ന് പറഞ്ഞേ, വായനാ വൈകല്യം നേരിടുന്ന ഒരു കുട്ടിയെ എങ്ങനെയായിരിക്കും ഹാൻഡിൽ ചെയ്യുക? കാണാൻ പറ്റുന്നുണ്ടോ? വായനാ വൈകല്യം നേരിടുന്ന കുട്ടികൾക്ക് വായിക്കാൻ അവസരങ്ങൾ കൂടുതലായിട്ട് കൊടുക്കണം. അവരെ കൂടുതൽ ശ്രദ്ധിക്കുകയും വേണം. എന്നിട്ട് അക്ഷരങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ അക്ഷരങ്ങൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള വായനാ കാർഡുകൾ നമ്മൾ സെലക്ട് ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കാം. പിന്നെ വായിക്കുമ്പം നമ്മൾ വായിക്കാൻ പറഞ്ഞിട്ട് മാറി നിൽക്കാതെ അടുത്ത് നിന്ന് നല്ലപോലെ ശ്രദ്ധിച്ച് കേട്ടിട്ട് വേണം. അത് ശ്രദ്ധിക്കണം, നല്ലപോലെ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് അവർക്ക് അത് കറക്റ്റ് ആയിട്ട് ആവുന്നുണ്ടോ, കുട്ടികൾ കറക്റ്റ് ആയ രീതിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ എത്തുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ കൊടുക്കാൻ പറ്റുന്ന കൃത്യമായി വിലയിരുത്തുക, കൃത്യമായി വിലയിരുത്തുക. അക്ഷരങ്ങൾക്ക് ഊന്നൽ കൊടുക്കുക, തെറ്റുന്ന അക്ഷരങ്ങൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ കൊടുക്കുക. അത്രേ ഉള്ളൂ. പിന്നെ അതിൽ ICT സാധ്യതകളും കൂടെ നമുക്ക് ഉപയോഗിക്കാം. ഞാൻ ചോദിക്കുമ്പോൾ ഞാൻ ICT വരും, അതെന്റെ ആവശ്യം. അല്ലെങ്കിൽ ഞങ്ങള് ബുക്കും ചാർട്ടും സ്കെച്ചും മാർക്കറും ഒക്കെ കൊണ്ട് അവിടെ ഇങ്ങനെ അങ്ങ് നിൽക്കും ഒരിടത്ത്. ഇത്ര നേരം ചാർട്ട് പേപ്പറിനകത്തായി പോയി. അത് നമ്മൾ ഒത്തിരി ചാർട്ട് എഴുതിയതല്ലേ, അതുകൊണ്ടാ. നമ്മൾ ഒരുപാട് ചാർട്ടിലായിരുന്നു. ഇത്രയും നമ്മൾ ആ സമയത്ത് ചെയ്തിട്ടില്ല, സത്യം പറഞ്ഞോണ്ടോ. സ്കൂളുകളിൽ ചെന്നതിന് ശേഷമാണ് നമ്മൾ ICT കുറച്ചെങ്കിലും ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. നമ്മള് TTCക്ക് പഠിക്കുന്ന സമയത്ത് മറ്റേ കീപാഡ് ഫോണൊക്കെ ഉള്ളൂ, അപ്പോഴേ ഉള്ളൂ. അതെ, പ്രൊജക്ടർ ഒക്കെ ഞാൻ പിന്നീട് വന്നതല്ലേ. നമ്മൾ ക്ലാസ്സുകളിൽ ചെയ്തിട്ടുണ്ട്, പ്രൊജക്ടർ വെച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ടല്ല. അപ്പൊ കുറച്ചുകൂടെ കുട്ടിക്ക് ഒരു അടുപ്പം തോന്നുന്നത് കാണണം, അല്ലെ അക്ഷരങ്ങൾ ലാപ്പിൽ കാണുമ്പോൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കും. പിന്നെ അക്ഷരങ്ങൾ ഇപ്പം നമുക്ക് ഇപ്പൊ കൺഫ്യൂഷൻ വരുന്ന അക്ഷരങ്ങൾ ഈ റിഫ്ലക്ടർ, അത് അങ്ങനെയല്ലേ അതിന്റെ പേര്, നമ്മള് അതിൽ വേണമെങ്കിൽ കുറച്ചുകൂടെ എഴുതി കൊടുക്കുമ്പം വേറൊരു കളറിൽ എഴുതി കൊടുക്കുകയോ, ഈ കൺഫ്യൂഷൻ വരുന്ന അക്ഷരങ്ങൾ, അതിന്റെ പേര് മറന്നുപോയി. അത് സെലക്ട് ചെയ്തിട്ട് ആ അക്ഷരങ്ങൾ നമുക്ക് അവർക്ക് അതൊന്ന് പെട്ടെന്നൊന്ന് ഐഡന്റിഫൈ ചെയ്യുന്ന രീതിയിൽ ഒരു കുഞ്ഞി കഥ കൊടുത്തിട്ട് അതിൽ ഐഡന്റിഫൈ ചെയ്ത് കൊടുക്കണം. ഹൈലൈറ്റ് അത് വെച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറെ വ്യത്യാസം വരും.
പിന്നെ ഈ തെറ്റ് തിരുത്തുന്ന സമയങ്ങളിൽ അതിൽ കൂടുതൽ അവര് വഴക്ക് പറയാൻ അങ്ങനെയൊന്നും നിൽക്കാതെ അവർക്കൊരു ആത്മവിശ്വാസം കൊടുക്കണം. ഇത് ശരിയാവും, അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു അവർക്ക് അവര് ആ രീതിയിൽ നമ്മൾ പെരുമാറുകയും കൂടി വേണം. അല്ലെ ഇത് എങ്ങനെ ആയിപ്പോയി, അങ്ങനെ ഒരു ബുദ്ധിമുട്ട് കുട്ടിക്ക് ഉണ്ടാവാത്ത രീതിയിൽ കുട്ടിയെ പരിഗണിച്ചുകൊണ്ട് ചെയ്യാം. കോൺഫിഡൻസ് കൊടുക്കുക അല്ലെ? കോൺഫിഡൻസ് ഇത് കൊടുക്കണം. സാധാരണ കാര്യമാണ്. പിന്നെ നീയുമായി മാത്രം മത്സരിച്ചാ മതി അല്ലെ? മറ്റുള്ളവരുമായി നീ നിന്നെ കമ്പയർ ചെയ്യണ്ട. കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെയുള്ള ആത്മവിശ്വാസം കൊടുക്കലാണ് ആദ്യ പടി. അത് ഏത് വൈകല്യമാണെങ്കിലും, പഠന വൈകല്യത്തിൽ ഏതാണെങ്കിലും ആദ്യം നമ്മൾ കൊടുക്കേണ്ടത് ആത്മവിശ്വാസമാണ്. അപ്പൊ ബാക്കി നമുക്ക് പറയാം. ഇനി ആരാണ് ഈ ഒരു ചോദ്യത്തെ അപ്രോച്ച് ചെയ്ത് സംസാരിക്കുക? വായനാ വൈകല്യത്തെ എങ്ങനെയൊക്കെ മറികടക്കാം? ഇന്റർവ്യൂവിന് 13 മാർക്ക് 14 മാർക്ക് കിട്ടാൻ പോകുന്ന ആ വ്യക്തി ആരാണ്? അവൾ? ടീച്ചർ അഞ്ജലി ടീച്ചർ. അത് ചോദിച്ചാ അഞ്ജലി ടീച്ചർ വരും. അതല്ല, നമ്മള് വായനാ കാർഡുകൾ കൊടുക്കാമെന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഈ വായനാ കാർഡുകൾ കൊടുക്കുമ്പോ അത് കുട്ടിക്ക് ഉണ്ടാക്കാനുള്ള ഒരു പ്രവർത്തനമായിട്ട് കൊടുക്കുകയാണെങ്കിൽ അവര് കുറച്ചുകൂടി ഇൻവോൾവ്ഡ് ആണ് ആ പ്രവർത്തനത്തില്. അപ്പൊ ആ ഒരു അക്ഷരം ഉൾപ്പെടുന്ന കുറച്ചുകൂടി ചെറിയ കുഞ്ഞു കവിതകളോ അല്ലെങ്കിൽ കുഞ്ഞു കഥയോ ഒക്കെ ആയിട്ട്, അല്ലെങ്കിൽ സംഭാഷണ ശകലങ്ങളോ അങ്ങനെയൊക്കെ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് ഉണ്ടാക്കാനുള്ള പ്രവർത്തനമായിട്ട് കൊടുക്കുമ്പോൾ ആ അക്ഷരങ്ങളുമായിട്ട് കൂട്ടി കൂടുതൽ പരിചയപ്പെടുകയാണ്, ആ അക്ഷരത്തിനെ കൂടുതൽ അറിയാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അവർക്കത് കുറച്ചും കൂടി ഉള്ളിലേക്ക് ശ്രദ്ധയാവും. അതുപോലെ തന്നെ ഈ ICT-യിലൊക്കെ നമ്മൾ എന്ത് പ്രദർശിപ്പിക്കുമ്പോഴും കാണിക്കുമ്പോഴും ഒക്കെ ഈ ഒരു അക്ഷരത്തിന് നമ്മൾ കുറച്ചുകൂടെ വലുതാക്കി നമ്മള് അതിന്റെ അക്ഷരത്തിന്റെ സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റി, കളറൊക്കെ ഒന്ന് മാറ്റി, ബോൾഡ് ആക്കിയിട്ടൊക്കെ ഒന്ന് പ്രദർശിപ്പിക്കുക. അതുപോലെ പാട്ടുകൾ വെച്ച് കൊടുക്കാം. അതുപോലെ നമുക്ക് അക്ഷരങ്ങൾ പൂരിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളൊക്കെ കൊടുക്കാം. അത് ഈ ഒരു അക്ഷരം വിട്ടു പോയിട്ട് ബാക്കിയുള്ളതൊക്കെ ഉള്ളതുപോലെയുള്ള ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ കൊടുക്കുമ്പോൾ ആ അക്ഷരത്തെ കൂടുതലായിട്ട് പിന്നെയും പരിചയപ്പെടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കൂടുതലായിട്ട് കൊടുക്കുമ്പോൾ ആ കുട്ടി ഒരു അക്ഷരത്തിനെ ബോധപൂർവം മനസ്സിലാക്കാനുള്ള ഒരു പരിശ്രമം എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു മാറ്റം ആ കുട്ടിക്ക് വരും. ഓക്കെ. അപ്പോ പിന്നെ ഇനി ഞാൻ അങ്ങ് ക്രോഡീകരിക്കാം, അല്ലെങ്കിൽ അടുത്ത ചോദ്യം മിസ്സാവും. ഇപ്പൊ ഡിസ്ലെക്സിയ അല്ലെങ്കിൽ വായിക്കാനുള്ള ഈ ഒരു ബുദ്ധിമുട്ട് കുട്ടികൾ നേരിടുമ്പോൾ ആദ്യം ഏതൊരു ബുദ്ധിമുട്ടാണെങ്കിലും നമ്മൾ അവർക്ക് കോൺഫിഡൻസ് കൊടുക്കലാണ്. അതായത് കുട്ടികൾക്കൊരു അപകർഷതാബോധം ഉണ്ടാവും. എനിക്കിത് കഴിയുന്നില്ലല്ലോ, ബാക്കി എല്ലാ കുട്ടികളും എന്നെക്കാൾ നന്നായി വായിക്കുന്നുണ്ട്, എനിക്ക് അവരോടൊപ്പം എത്തണം. ഈ ടെൻഷൻ തന്നെയാണ് പലപ്പോഴും അവര് പിറകിലേക്ക് എത്തിക്കുക. അവര് ഹാപ്പി ആയിട്ട് കോൺഫിഡന്റ് ആയിട്ട് എന്ത് പ്രവർത്തനത്തിൽ ഏർപ്പെട്ടാലും അത്തരം കുട്ടികൾക്ക് നല്ല രീതിയിൽ പ്രകടനങ്ങൾ കാഴ്ചവെക്കാനാകും. എന്നാൽ അവർ ടെൻസ്ഡ് ആവുമ്പോഴാണ് അവർക്ക് ഈ തെറ്റുകൾ പറ്റുന്നത്. അപ്പൊ അത് പറഞ്ഞ് മനസ്സിലാക്കി ഇത് ഓക്കെയാണ്, സാരമില്ല, നീ മിടുക്കനാണല്ലോ എന്നൊക്കെയുള്ള പ്രചോദനം കൊടുക്കണം. അവരൊരു ചെറിയൊരു മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ നല്ല രീതിയിൽ അവർക്ക് പ്രചോദനം കൊടുത്ത് കൈത്താങ്ങ് കൊടുത്ത് കുട്ടികളെ മുന്നിലേക്ക് കൊണ്ടുവരണം. വായിക്കാനുള്ള അവസരങ്ങള് കുട്ടികൾക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അത് അവരുടെ കോൺഫിഡൻസ് ലെവലിനെ ബൂസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള അവസരങ്ങളായിരിക്കണം. വലിയൊരു ഖണ്ഡികയൊക്കെ എടുത്ത് കൊച്ചിന്റെ കയ്യിൽ കൊടുത്ത് ബാക്കിയുള്ള കുട്ടികൾ വായിക്കുന്ന അതേ പുസ്തകം കൊടുത്ത് വായിക്കാൻ പറയുന്നതിനേക്കാൾ അവന്റെ പ്രായത്തിനേക്കാൾ കുറച്ചുകൂടി വേണമെങ്കിൽ താഴ്ന്ന ലെവലിലുള്ള, അവൻ നിലവിൽ ഏത് ക്ലാസ്സിലാണോ അതിനേക്കാൾ കുറച്ചുകൂടി താഴ്ന്ന ലെവലിലുള്ള പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത് വരികളൊക്കെ തിരഞ്ഞെടുത്ത് കൊടുത്തിട്ട് കുറച്ചുകൂടി ലളിതമായ രീതിയിൽ ഉള്ള കാര്യങ്ങൾ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അതുപോലെ ഫൊണറ്റിക്സ് രീതി ഉപയോഗിക്കുക, അതായത് ഉച്ചാരണം, കൃത്യമായ ഉച്ചാരണ രീതി പഠിപ്പിക്കുക. അത് എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത്, ഈ അക്ഷരത്തിന്റെ ഉച്ചാരണ നാവിന്റെ പൊസിഷൻ എവിടെയാണ്, അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്ത് ഉച്ചരിപ്പിക്കാറുണ്ട് തെറ്റുകൾ വരുന്നവരെ. അത് കൃത്യമായി ചെയ്യാത്തതുകൊണ്ടാണ് നമ്മുടെ ഗ്രൂപ്പിലും അങ്ങനെ പല ടീച്ചേഴ്സ് ഉണ്ടല്ലേ, കൃത്യമായ ഉച്ചാരണ ഇല്ലാതെ ഞാനത് ഒരുപാട് വഴക്ക് പറഞ്ഞ് പലതവണ നമ്മൾ തിരുത്തിയും കളിയാക്കിയും എല്ലാം തിരുത്തലിന് വിധേയമാക്കിയവർ ഇതിനകത്തുണ്ട്. ഇത്രയും വർഷക്കാലം അവരെ അത് തിരുത്തപ്പെടാത്തത് കൊണ്ടാണ് അത് ഇപ്പോഴും അവർ കൂടെ കൊണ്ടുപോകുന്നത്. അപ്പോൾ കൃത്യമായി ഫൊണറ്റിക്സ് രീതി തന്നെ സ്വീകരിച്ച് കുട്ടികളിലെ അക്ഷരവും വാക്കുകളും വാക്യഘടനയും ഒക്കെ ഉറപ്പാക്കുക. അപ്പോൾ വാക്യത്തിന്റെ ഘടന കുട്ടികൾ അറിയണം, അക്ഷരങ്ങളുടെ സ്ഥാനം മനസ്സിലാക്കണം, ഇതൊക്കെ ഉണ്ടാകണം. അപ്പോൾ പിന്നെ അക്ഷരം ഉറപ്പിക്കുക, വാക്കുകൾ ഉറപ്പിക്കുക, വാക്യത്തിന്റെ ഘടന പഠിപ്പിക്കുക, ഇതെല്ലാം കുട്ടിക്ക് ഒരു ഭാരമാകാത്ത തരത്തിൽ നമ്മൾ പ്ലാൻ ചെയ്യണം. എന്നിട്ട് ചെറിയ കാർഡുകൾ, ഇപ്പം അഞ്ജലി ടീച്ചർ പറഞ്ഞതുപോലെ അവന്റെയും അവന്റെ സുഹൃത്തുക്കളുടെയും ഒക്കെ സഹായത്തോടു കൂടി ഒരു കാർഡ് നിർമ്മിച്ച് ആ കുട്ടിക്ക് കൊടുക്കുകയാണെങ്കിൽ അതിലെ കണ്ടന്റിനെ കുറിച്ച് ആ കുട്ടിക്ക് ഒരു ധാരണ ഉണ്ടാവും.
അപ്പൊ അവനിൽ ഒരു കോൺഫിഡൻസ് ഉണ്ട്, അത് ഞാൻ തയ്യാറാക്കിയതാണല്ലോ, അപ്പൊ എനിക്കിതറിയാം എന്ന രീതിയിൽ. ചില കുട്ടികൾ കൃത്യമായി മനസ്സിലാക്കാതെ ആശയം ഗ്രഹിച്ചിട്ട് അതുപോലെ നമ്മളങ്ങ് വായിക്കാറുണ്ട്, കേട്ട് പഠിച്ച് വായിക്കാറുണ്ട്. അങ്ങനെ കുട്ടികളുടെ കോൺഫിഡൻസ് ലെവലിന് അത് നല്ലതാണ്, പക്ഷെ അക്ഷരങ്ങളും വാക്കുകളും അപ്പൊ തിരിച്ചറിയുന്നില്ല. അപ്പൊ അത് നമ്മൾ നന്നായി അനലൈസ് ചെയ്ത് കുട്ടി ഏത് രീതിയിലാണ് മനസ്സിലാക്കുന്നത് എന്നൊക്കെ അനലൈസ് ചെയ്ത് കുട്ടി കൃത്യമായി വാക്കുകൾ അച്ചീവ് ചെയ്യുന്നുണ്ടോ, ആ വാക്യഘടന അവന് മനസ്സിലായോ, ഇതെല്ലാം നിരന്തര വിലയിരുത്തലിന് വിധേയമാക്കണം. ദൃശ്യശ്രാവ്യ ഉപകരണങ്ങളുടെ ഉപയോഗം നമുക്ക് പ്രയോജനപ്പെടുത്താനാകുന്ന ഒരു മേഖലയാണ് വായന. അതായത് ശരിയായ വായന എന്താണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് ശ്രാവ്യ ഉപകരണങ്ങൾ ഉപയോഗിക്കാം, ഓഡിയോസ് ഉപയോഗിക്കാം. റേഡിയോ ക്ലാസ്സിൽ റേഡിയോ കേൾപ്പിക്കുന്നത്, റേഡിയോയിലുള്ള പരിപാടികൾ സംപ്രേഷണം ചെയ്യുന്ന പരിപാടികൾ കുട്ടികളെ കേൾപ്പിക്കുന്നത് ഏത് ഭാഷയും കുട്ടിയുടെ വികസിപ്പിക്കാൻ ഏറ്റവും നല്ല രീതി അതാണ്. അതായത് കൃത്യമായ അച്ചടി ഭാഷ അല്ലെങ്കിൽ കൃത്യമായ സാഹിത്യമാണ് പിന്നെ മലയാളമാണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും ഹിന്ദി ആണെങ്കിലും ഒക്കെ റേഡിയോയിൽ വരിക. അപ്പൊ അത് കുട്ടിക്ക് ആ ഭാഷ പഠിക്കാനുള്ള ഏറ്റവും നല്ല ഉപാധിയാണ്. നിങ്ങൾ ഭാഷയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ എപ്പോഴും ഈ റേഡിയോ ഒന്ന് മനസ്സിൽ വെച്ചേക്കണം കേട്ടോ. റേഡിയോ സംപ്രേഷണങ്ങൾ TV-യിലാണെങ്കിൽ അത് കുറച്ചും കൂടി ഇപ്പം എല്ലാ ശൈലിയും മാറിയിട്ടുണ്ട്. ആളുകളുടെ ആ ഇഷ്ടം പിടിച്ചു പറ്റാൻ വേണ്ടി ന്യൂസ് തന്നെ കണ്ടിട്ടില്ലേ, 24-ലെ ഒരു കപ്പ് നിർബന്ധമാണ്. ഇപ്പൊ അത് റിപ്പോർട്ടർ ചാനലിലും രാവിലെ ഒരു കപ്പ് വേണം, ചായ കുടിക്കുന്ന കപ്പ് ഉണ്ടെങ്കിലേ അവർക്കിപ്പോ വായിക്കാൻ പറ്റൂ. നടന്നുകൊണ്ടാണ് വായിക്കുന്നത്. അതൊക്കെ നമ്മുടെ ഇഷ്ടം കൂടെ നോക്കിയിട്ടാണ് ചെയ്യുന്നത് അല്ലേ. അപ്പം നമ്മളും ഒരു കപ്പും കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മളും റിപ്പോർട്ടർ ഒക്കെ ആവും. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇപ്പൊ ന്യൂസ് ചാനൽ പോകുന്നത്. അവിടെ ഇപ്പം സാധാരണ നമ്മുടെ സംഭാഷണങ്ങൾ പോലെയായി ഭാഷ പലതും. പിന്നെ ഉള്ളത് നമ്മുടെ എന്താണ് ഹാഷ്മി അല്ലേ, ഹാഷ്മിയുടെ ഒക്കെ എന്താ കഥാപ്രസംഗ രീതിയൊക്കെയാണ്. അതൊക്കെ നമ്മളിങ്ങനെ കണ്ണും വീഴ്ചിങ്ങനെ ഇരിക്കും, അദ്ദേഹത്തിന്റെ ആ വാക്കുകളുടെ ആ ഒരു ഒഴുക്ക് അല്ലെ. അപ്പൊ അതുപോലെയൊക്കെ പറയാൻ പറ്റണമെന്നാണ് ആഗ്രഹം, പക്ഷെ അതിന് വായനയൊക്കെ ആവശ്യമാണ് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള തിരഞ്ഞെടുത്ത ചില പിന്നെ പരിപാടികൾ നമുക്ക് കുട്ടികളെ കാണിച്ചു കൊടുക്കാം. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്ന കാർട്ടൂൺ ആയാലും കഥകളായാലും നമ്മൾ ദൃശ്യശ്രാവ്യ ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് ഏറ്റവും പെർഫെക്റ്റ് ആയിരിക്കണം എന്നുള്ളത് ശ്രദ്ധിക്കണം. അതായത് ഇപ്പൊ എന്റെ മോൻ കുഞ്ഞായിരുന്ന സമയത്ത് കഥകൾ കേൾപ്പിക്കാനായിട്ട് നമ്മളിങ്ങനെ യൂട്യൂബിലൊക്കെ കുറെ കഥകൾ എടുത്തു വെച്ചിട്ട് കേൾപ്പിക്കാൻ അവന് പറഞ്ഞു കൊടുക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ട്രാൻസ്ലേഷൻ ചെയ്യുന്ന പോലെയുള്ള ഓഡിയോസ് ഉണ്ട്. അതായത് ഹിന്ദി അല്ലെങ്കിൽ മറ്റു ഭാഷകൾ പഠിച്ചവര് മലയാളം ഇല്ലേ, ആ നിങ്ങൾ എന്താണ് അവിടേക്ക് പോകുന്നത്, അവിടെ എന്താ, ഞാൻ അങ്ങനെ നിർത്തിയതാ കഥ കേൾപ്പിക്കല്. അതെ അതെ അതെ, അത് ശ്രദ്ധിച്ചപ്പോഴാണ് കുട്ടിയുടെ ഭാഷയെ അത് ബാധിക്കും. തെറ്റായ രീതി വാക്യഘടനയിൽ പറയുന്നത് ഇത് തർജ്ജിമ ചെയ്യലാണ്, തർജ്ജിമ ചെയ്യുന്ന അതേ ശൈലി. അതായത് ഇംഗ്ലീഷിനെ മലയാളത്തിലേക്ക് മാറ്റുമ്പോൾ നമ്മുടെ വാക്കിന്റെ ഘടന അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമല്ലോ, ആ രീതിയിലാണ് അവർ പറയുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ തിരഞ്ഞെടുത്ത് കൊടുത്താൽ അത് കുട്ടിയെ നെഗറ്റീവായിട്ട് ബാധിക്കും. അപ്പോൾ വളരെ വിശദമായി പരിശോധിച്ചിട്ട് വേണം ദൃശ്യശ്രാവ്യ ഉപകരണങ്ങൾ ഉപയോഗിക്കാനായിട്ട്. കുട്ടിക്ക് അനുയോജ്യമായതും ഏറ്റവും ഗുണനിലവാരമുള്ളതുമായ മെറ്റീരിയൽസ് വേണം നമ്മളിവിടെ സെലക്ട് ചെയ്യാനായിട്ട്. എന്നിട്ട് കുഞ്ഞിന് വേണ്ടിയിട്ട് നമുക്ക് റീഡിംഗ് കാർഡുകൾ ഉണ്ടാക്കാം. ഈ ICT വന്നോന്ന് കരുതി എഴുത്തിന് പ്രാധാന്യമില്ല, നമ്മുടെ ചാർട്ടിന് പ്രാധാന്യമില്ല എന്നൊന്നും അല്ല. അവന് എപ്പോഴും വായിക്കത്തക്ക രീതിയിലുള്ള കുറച്ച് കാർഡുകൾ നമുക്ക് ഒരുക്കി അവന് കൊടുക്കാം. അത് ചെന്ന് വായിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാം. പിന്നെ കമ്പൈൻ സ്റ്റഡി അല്ലെ, അല്ലെങ്കിൽ ഗ്രൂപ്പ് ആക്ടിവിറ്റി എന്നുള്ള രീതി ഉപയോഗിക്കാം. അവന് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള, അവന് അല്ലെങ്കിൽ അവൾക്ക് ആർക്കാണോ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള സഹായം ചെയ്യാനാകുന്ന ഒരു സുഹൃത്തിന്റെ സേവനം ഉറപ്പാക്കാം. ടീച്ചറും അധിക സമയം കണ്ടെത്തി കുട്ടിക്ക് വായനാ പരിശീലനം കൊടുക്കാം. ഇനി നമ്മുടെ കയ്യിൽ നിൽക്കുന്നതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വിദഗ്ധരുടെ പരിശീലനങ്ങൾ കുട്ടിക്ക് എത്തിച്ചു കൊടുക്കണം അല്ലെ. വിദഗ്ധരുടെ സഹായം തേടുക തന്നെ വേണം. അതും കൂടി മനസ്സിൽ വെക്കുക. ഒട്ടും നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ ഈ പഠന വൈകല്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന വിദഗ്ധരുടെ സേവനം ഉറപ്പാക്കുക. ഓക്കെ അല്ലേ? ടീച്ചറെ, ഇവിടെ ആത്മവിശ്വാസം കൊടുക്കാന്ന് പറഞ്ഞില്ലേ, അപ്പൊ പറയാന് ഇപ്പൊ ഐൻസ്റ്റീനെ പോലെയുള്ള ആൾക്കാരൊക്കെ അല്ലേ, അവർക്കിപ്പോ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ലേ. അപ്പൊ നമ്മുടെ അമീർ ഖാന്റെ പടത്തിൽ പറയുന്നുണ്ടല്ലോ, ആ കുട്ടീനെ മോട്ടിവേറ്റ് ചെയ്യാൻ കാണിച്ചു കൊടുക്കുന്നത് ഐൻസ്റ്റീനെ പോലെയുള്ള ആൾക്കാരെയാണല്ലോ. അപ്പൊ താരെ സമീൻ പറിലൊക്കെ കാണിച്ചു കൊടുക്കുന്നത്. അതെ, അത്തരം സിനിമകൾ കാണിക്കുന്നതും നല്ലതാണ്. കുട്ടികൾക്ക് പ്രചോദനം കൊടുക്കാം, അങ്ങനത്തെ സിനിമകൾ കൊടുക്കാം. പിന്നെ ഈ പറയുന്ന ഐൻസ്റ്റീൻ, അതുപോലെ
നമ്മുടെ ബൾബ് കണ്ടുപിടിച്ചത് തോമസ് ആൽവ എഡിസൺ അല്ലേ? അദ്ദേഹം, അവരൊക്കെ പഠന വൈകല്യങ്ങൾ നേരിട്ടവരാണ്. പിന്നെ ഐൻസ്റ്റീനൊക്കെ ലെറ്റേഴ്സ് തിരിച്ചെഴുതുന്ന സംവിധാനം ഒക്കെ ഉള്ള ആളുകൾ. അതായത് പ്രതിഭാശാലികളിലും ഇത്തരം പഠന വൈകല്യങ്ങൾ ഉണ്ട്. അവർക്ക് ബുദ്ധിയുടെ കൂടുതലാണ് അല്ലെ, പക്ഷെ അവരിലുള്ള പോരായ്മയായിട്ട് ലാംഗ്വേജ് സ്കിൽസിൽ ചില ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്. അപ്പൊ അത് കുട്ടികൾക്ക് പ്രചോദനം തന്നെയാണ്. ഇത്തരം വൈകല്യങ്ങൾ ഉള്ളവരും അതിനെ മറികടന്നിട്ടുണ്ട് എന്നുള്ളത്. ഒരു ടീച്ചറുണ്ട്, ലക്ഷ്മി കുറുപ്പ്, അറിയോ? നമ്മുടെ സൈക്കോളജി ആയിട്ട് റിലേറ്റ് ചെയ്ത കണ്ടന്റുകളൊക്കെ ഇടുന്ന ടീച്ചറാണ്, ഗായികയാണ്. നല്ല പേരന്റിങ് ഒക്കെ കൗൺസിലിംഗ് ക്ലാസ്സുകളൊക്കെ ഇടാറുണ്ട്. ഓർമ്മയുണ്ടോ? കണ്ണാടിയൊക്കെ വെച്ച് ചെറിയ ഇവിടെ മറുകൊക്കെ ഉള്ള ഒരു ഇംഗ്ലീഷ് ക്ലാസ് എടുക്കുന്ന ടീച്ചറാണോ? ഇംഗ്ലീഷ് ക്ലാസ് എടുക്കുമെന്ന് തോന്നുന്നു. കുറച്ചു എന്തോ പഠിക്കുന്ന സമയത്ത് എന്തൊക്കെ വൈകല്യങ്ങൾ ഉണ്ടായിട്ട്. അതെ 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 ആ ടീച്ചർ വിദേശത്തൊക്കെ പഠിച്ചതാണ്. പിന്നെ പഠന കാലയളവില് പഠന വൈകല്യമുണ്ട്. പക്ഷെ ഇത് പഠന വൈകല്യമാണെന്ന് പോലും അവർ ആദ്യമൊന്നും തിരിച്ചറിയുന്നില്ല. എത്ര ശ്രമിച്ചിട്ടും നിരാശ മാത്രമായിരുന്നു ഫലം എന്ന് പറയുന്നുണ്ട്. പിന്നീട് ടീച്ചർ പല പരിശീലനങ്ങളിലൂടെ, വിദഗ്ധമായ സേവനങ്ങളിലൂടെയൊക്കെ അതിനെ മറികടക്കുകയും ഇപ്പൊ അത്തരം കുട്ടികൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നു അല്ലെ, വീഡിയോസിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നല്ല പേരന്റിങ്ങിനെ കുറിച്ചും എങ്ങനെ വേണം പഠന വൈകല്യങ്ങളെ കൈകാര്യം ചെയ്യാൻ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ നമ്മുടെ ഇന്റർവ്യൂവിന്റെ ബാച്ചിന്റെ സമയത്ത് ഞാൻ പരമാവധി ശ്രമിച്ചു ഒരു ക്ലാസ്സിന്, പക്ഷെ നടന്നില്ല. പിന്നെ നമുക്ക് ആത്മ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന കൗൺസിലിങ്ങിന്റെ ഒരു വിങ് ഉണ്ട്, ഒരു ക്ലാസ് ഉണ്ട്. അതിന്റെ ഒരെണ്ണം നമ്മൾ എങ്ങനെയെങ്കിലും ഒപ്പിച്ചെടുത്തിരുന്നു. അതിന്റെ വീഡിയോസ് പബ്ലിക് ആക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കാം, നോക്കിയിട്ട് ചെയ്യാം. ഇതൊക്കെ ഹൈലി പെയ്ഡ് ആയിട്ടുള്ളതായിരുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ. അപ്പൊ ഇനി ഗണിതപരമായിട്ടുള്ള വൈകല്യമാണെങ്കിലോ, ഞാൻ പഠന വൈകല്യമാണ് ഇന്ന് എത്തിക്കാന്ന് വിചാരിച്ചത്. അപ്പം ഗണിത വൈകല്യമാണെങ്കിലോ, ഇതിനകത്ത് എല്ലാവരും പറഞ്ഞല്ലോ. ഹസീന ടീച്ചറെ, അതിന്റെ പ്രധാന പ്രശ്നം എന്തായിരിക്കും? അതെങ്ങനെ പരിഹരിക്കും? ഗണിതപരമായ വൈകല്യം ഡിസ്കാൽക്കുലിയ എന്ന് പറയും. അവർക്ക് പ്രധാനമായും ചിഹ്നങ്ങൾ ഉപയോഗിച്ച് ഗണിതക്രിയ ചെയ്യുന്നതിലോ ആയിരിക്കും വൈകല്യം ഉണ്ടാവുക. ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നതിലുള്ള പ്രശ്നങ്ങളായിരിക്കും. അപ്പം ചെറിയ വസ്തുക്കൾ നേടിയെടുക്കുക എന്നുള്ളതായിരിക്കും അവരുടെ ക്രിയകളുടെ അടിസ്ഥാനം ഉറയ്ക്കാതിരിക്കുക അല്ലേ? ഗണിത ക്രിയകള് ഉറയ്ക്കാതിരിക്കുന്നതാണ് അവരുടെ പ്രശ്നം. ചെറിയ ലളിതമായ മൂർത്ത വസ്തുക്കളൊക്കെ ഉപയോഗിച്ചിട്ട് ചെറിയ ചെറിയ ക്രിയകള്, 10ന് 2 സംഖ്യകളൊക്കെ ചെറിയ സംഖ്യകള് കൂട്ടാനും കുറക്കാനും, ആ കൂട്ടങ്ങളാക്കി ചെയ്യാനും ഒക്കെ പരിശീലിപ്പിക്കുക. പിന്നെ ICT സാധ്യത ഉപയോഗിക്കും. പിന്നെ ICTയിൽ എന്തൊക്കെ ഉപയോഗിക്കും ഗണിതത്തിന്? അതിലെ ചിത്രങ്ങളൊക്കെ പ്രൊജക്ട് ഇട്ട് കൊടുത്ത് അങ്ങനെ കൂട്ടങ്ങളായ പൂക്കളുടെയും മറ്റു ചിത്രങ്ങളും കൂട്ടങ്ങളൊക്കെ ആക്കി അങ്ങനെ. അപ്പൊ 3 പൂക്കള് പിന്നെ ഇട്ടിട്ട് 2 പൂക്കള്, എന്നിട്ട് രണ്ടും എണ്ണി 5 ആണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിൽ ചെയ്തൂടെ? ടീച്ചറെ, അതിനുള്ള ആപ്പുകളോ അല്ലെങ്കിൽ അതിനുള്ള പിന്നെ സംവിധാനങ്ങളെ കുറിച്ച് ധാരണയുണ്ടോ? ഗണിതം പഠിക്കാനായിട്ട് നമ്മൾ ഉല്ലാസഗണിതം കേട്ടിട്ടുണ്ട്. അത് ICT അല്ല, അതല്ലാതെ പഠനോപകരണങ്ങളാണ്. ICTയില് നമ്മുടെ ക്ലാസ്സുകളിൽ Gcompress ചില ഗെയിമുകളുണ്ട്, ജിയോജിബ്ര ഉണ്ട് അല്ലെ? അത് ജിയോമെട്രിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ജിയോജിബ്ര. ഗെയിമുകളൊക്കെ ഉപയോഗിച്ച് കളികളിലൂടെ ഒക്കെ പഠന വൈകല്യമുള്ള കുട്ടികളെ ചെറിയ രീതിയിലുള്ള കളികളിലൂടെ, വലിയ കളികളിൽ അവർക്ക് പരിഹരിച്ചോളൂ. ഓക്കെ ടീച്ചറെ. ഷൈനി ടീച്ചറെ സ്കൂളിലാണോ? ഷൈനി ടീച്ചറെ
ഇനി സംസാരിക്കാത്തത് ശ്രവ്യ ടീച്ചർ, മഞ്ജു ഹലോ. ടീച്ചർ. ആ, സ്കൂളിലാണോ? ആ സ്കൂളിലാണ് ടീച്ചറെ. ഇപ്പം ഓഫാണോ? ആ ഓഫാണ്. എന്നാ ശരി, എന്നാ ഞാൻ ഒന്നും ചോദിക്കുന്നില്ല. മഞ്ജു ടീച്ചറെ, വീഡിയോ ഓൺ. ഇന്ന് മിടുക്കിയായിട്ട് വോയിസ് ഒക്കെ ഇട്ടല്ലോ. ഞാൻ ഇന്നലെ വോയിസ് ടീച്ചർ, ഇന്നലെ ഞാൻ ഇന്നലെ വോയിസ് ഇട്ടിരുന്നു. ഞാൻ ഇന്നാ മറുപടി ഇട്ടത്. ഇല്ല, ഞാൻ കണ്ട്, ടീച്ചർ കണ്ടെന്ന് കണ്ട്. അത്രേ ഉള്ളൂ കാര്യം കേട്ടോ. അതില് നന്നായിട്ട് പ്രസന്റ് ചെയ്തു, ശ്രമിച്ചു. അത് മതി. അങ്ങനെ അങ്ങനെ നമുക്ക് മാറാം കേട്ടോ. ശരിയാവും. ഇട്ട് കഴിഞ്ഞപ്പോ ഒരു സമാധാനമായോ? അതൊക്കെ നടക്കും, അല്ലാതെ എനിക്ക് സ്വന്തമായിട്ട് പറയാനുള്ള ഒരു അത് നമ്മള് ആദ്യം ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോ ഓക്കെ ആവും കേട്ടോ. പറയാൻ വേണ്ടി ഞാൻ സ്വന്തമായിട്ട് കുറച്ച് നേടണ്ടേ. അത് ചിലപ്പോ എനിക്ക് അറിഞ്ഞൂടാത്തത് കൊണ്ടായിരിക്കാം എനിക്ക് പെട്ടെന്ന് ചില കാര്യങ്ങൾ അറിയായിരിക്കും. ചിലപ്പോ അത് നന്നായിട്ട് പറയാൻ ചിലപ്പം ഞാൻ വീക്ഷിക്കുന്നത് പോലെ പറയാൻ ചിലപ്പോ പറ്റില്ലായിരിക്കാം. പക്ഷേ അത് അറിയായിരിക്കും. ചിലതാണെങ്കിൽ ഒട്ടും അറിവില്ലായിരിക്കും. അതിപ്പോ ഇതെല്ലാം കൂടെ ആയപ്പോ ഒരു ചെറിയ പേടി. അറിയത്തില്ലെങ്കിൽ അറിയില്ല എന്നുള്ള രീതിയിൽ പറയുകയും അതിനെ നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടെത്തുകയും ചെയ്യുക. അറിയുന്നത് പറയാൻ പറ്റാത്തത് നമ്മുടെ കോൺഫിഡൻസ് ലെവലിന്റെ കുഴപ്പമാണ് അല്ലെ. അതിന് ഏറ്റവും വേണ്ടത് ആരുമായിട്ട് ആരുടെയും വോയിസ് കേട്ട് പേടിക്കാതിരിക്കുക. അത് അവരുടെ ആവശ്യമാണ്, അവരെ പെർഫെക്റ്റ് ആക്കുക. നമ്മുടെ ഉള്ളിലുള്ളതിനെ എങ്ങനെയും പ്രകടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. ഉള്ളിലുണ്ട്, ആശയങ്ങൾ ഉള്ളിലുള്ളത് കൊണ്ടാണല്ലോ ഇപ്പൊ ഈ ലിസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പൊ നിസ്സാരമായ കാര്യമല്ല. അപ്പൊ നമ്മൾ അതിനെ പ്രകടിപ്പിക്കുക. അത് ആദ്യം ഒരു കാര്യം ചെയ്യുക, ഗ്രൂപ്പിനകത്തേക്ക് വായിച്ചിടുക. അടുത്ത ലെവൽ എന്ന് പറഞ്ഞാൽ വായിച്ചൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കുക. അതേ കണ്ടന്റ് ഇവരാരും എല്ലാം ഒന്നും എടുത്തു വെച്ച് കേൾക്കത്തൊന്നുമില്ല. അത് തന്നെ ചിലർ കേൾക്കുകയും ചെയ്യുക. അത് തന്നെ എന്ത് ചെയ്യുക, ഇനി സ്വയം പറഞ്ഞു നോക്കിയിടുക. നിങ്ങൾക്കുള്ള പ്ലാറ്റ്ഫോമാണത്. അപ്പൊ അവിടെ നിങ്ങൾക്ക് എന്തും ചെയ്യാം. എത്ര തവണ വേണേ വോയിസ് ഇടാം ഒരേ ടോപ്പിക്കിനെ കുറിച്ചും ഒക്കെ. അത് നമ്മളത് ശ്രമിക്കുക എന്നുള്ളതാണ്. ആരെയും ബോധർ ചെയ്യാതെ നമ്മൾ ചെയ്യുക കേട്ടോ. അപ്പൊ അത് എനിക്ക് വേണമെങ്കിലും പേഴ്സണലി അയക്കാം, അങ്ങനെ ഇമ്പ്രൂവ് ആവാം കേട്ടോ. അയച്ചിട്ടുണ്ട് ടീച്ചറിന്, ടീച്ചർ അത് കേട്ടു. എങ്ങനെ ഞാൻ ടീച്ചറിന് 2 വോയിസ് അയച്ചിട്ടുണ്ട്. ടീച്ചർ കേട്ടിട്ട് ഒന്ന് റിപ്ലൈ ചെയ്യണം. ചെയ്യാം. ഞാൻ എന്തെങ്കിലും തിരക്കുണ്ടെങ്കിൽ വിട്ടുപോകും. അപ്പൊ നിങ്ങളെ ഒന്നുകൂടിയൊക്കെ ഓർമ്മിപ്പിക്കാം. ആര്യ ടീച്ചറൊക്കെ എത്ര തവണ എന്നെ ഓരോന്ന് ഓർമ്മിപ്പിച്ചു. അല്ല, ടീച്ചർ എപ്പോഴും ഫ്രീ ആവുമ്പോ നോക്കിട്ട് പറഞ്ഞാ മതി. ഫ്രീ ആവുന്നു നടന്നതല്ല. എന്റെ അവസ്ഥ ഇപ്പം നിലത്തും അല്ല ആകാശത്തും അല്ലാത്ത അവസ്ഥയിലിരിക്കുക. ടീച്ചർ പിന്നെ ഇപ്പോ നമ്മുടെ അടുത്ത ഇന്റർവ്യൂയുടെ ഇത് വന്നായിരുന്നു. നമ്മളെ എല്ലാ ജില്ലകളിലും കൂടെ ഉള്ള ഒരു ഇത് ഒരു മെസ്സേജ് വന്നില്ല. അപ്പോ മിക്കവാറും അടുത്ത മാസത്തെ പകുതിയൊക്കെ ആകുമ്പോ എല്ലാ ജില്ലകളിലും തീരുന്നു തോന്നുന്നു. എനിക്ക് മിക്കവാറും അടുത്ത മാസം 1-2 തീയതികളിലൊക്കെ, കാരണം ഞാൻ കോഴിക്കോടാ വച്ചിരിക്കണമെങ്കിൽ എന്റെ ജില്ല തിരുവനന്തപുരത്താണ്. അപ്പോ മിക്കവാറും എനിക്ക് തിരുവനന്തപുരത്തുള്ളതിൽ കിട്ടുമായിരിക്കും തോന്നുന്നുണ്ട്. അപ്പൊ അങ്ങനെയെങ്കിൽ 2-3-4 തീയതികളിലൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് തിരുവനന്തപുരത്ത്. അത് കേട്ടപ്പോ ഒരു പേടി തുടങ്ങി. അതുവരെ പേടി. അല്ല, ഒരു മാസത്തോളം ഉണ്ട്. അങ്ങനൊന്നുമില്ല. അത് നമ്മൾ ചുമ്മാ വിചാരിക്കുമല്ലേ 2-3 തീയതി ആയിരിക്കും. ഇന്ന് 7 ആയതേ ഉള്ളൂ. ഒരു മാസത്തോളം വരും. പക്ഷെ ഇത്രയും ദിവസം കിടന്നിട്ട് ഞാൻ നേരെ വേണം നോക്കിയില്ല. വന്ന സമയത്ത് കുറച്ച് അപ്പോഴും നോക്കി, പിന്നെ ഇടയ്ക്ക് ഇച്ചിരി നല്ലോണം ഉഴപ്പി ഓരോ കാര്യങ്ങൾക്ക് അങ്ങ് ഓടിക്കൊണ്ടങ്ങ് നടന്നു. ഇപ്പൊ എല്ലാം കൂടെ കൊണ്ട് പേടി ഒന്നിച്ചു വെച്ച്. സാരമില്ല, ഇനി ആ ഓട്ടം കുറച്ച് അവനവന്റെ കാര്യങ്ങൾക്ക് സമയം മാറ്റി വെക്ക് കേട്ടോ. ഇനി ശരിയാ. പിന്നെ തിരുവനന്തപുരം എന്ന് പ്രത്യേകിച്ച് പറയണ്ട, ഞങ്ങക്ക് മനസ്സിലാവുന്നുണ്ട് സ്ലാങ്. തിരുവനന്തപുരം അതുകൊണ്ട് ഇന്റർവ്യൂ ബോർഡ് കുഴക്കാതെ വിടുമെന്ന് എനിക്ക് തോന്നുന്നു. ഒരു ഇന്റർവ്യൂ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് നമ്മുടെ കേരളത്തില് 44 നദികളുണ്ടല്ലോ. അതില് 47
അതില് 41 പടിഞ്ഞാറോട്ടും ബാക്കി 3 കിഴക്കോട്ട് ഒഴുകുന്നതിന്റെ റീസൺ ഞാനത് നിങ്ങൾക്ക് ടോപ്പിക് ക്ലാസ്സിനകത്തേക്ക് ഉൾപ്പെടുത്താമെന്നാ വിചാരിച്ചേ. അത് ഞാൻ വീഡിയോ ഇത് ചെയ്തിടുമ്പോ പെട്ടെന്ന് ചോദിച്ചപ്പോൾ ഓക്കെ പറഞ്ഞു ടീച്ചർ ഇത് പെട്ടെന്ന് ഇങ്ങനെ ചോദിച്ചപ്പോഴേ ഒന്ന് സ്ട്രക്കായി. ഇനിയിപ്പോ ഭൂമിയുടെ ഘടനാപരമായിട്ടുള്ള പ്രത്യേകത കൊണ്ടാണോ, ഇനി അത് ഉത്ഭവിക്കുന്ന പ്രത്യേകത കൊണ്ടാണോ, അങ്ങനെ ഓരോന്നും ഓരോ തമ്മില് ഒരേ രീതിയുണ്ട്. അതായത് നമ്മുടെ ആ സ്ലോപ്പ് വെച്ചിട്ടാണ് ഇത്തരത്തില് സംഭവിക്കുക. ഇനി കിഴക്കോട്ട് ഒഴുകുന്നത് ഭവനി, കബനി, പാമ്പാർ അല്ലേ? അവയുടെ ഉത്ഭവ സ്ഥാനവും വ്യത്യാസമാണ്. ഉത്ഭവം എനിക്കൊന്ന് നമ്മുടെ പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിച്ച് വരുന്നതിന് ഏറ്റവും എളുപ്പത്തിൽ ഒഴുകിയെത്താൻ കഴിയുന്ന വലിയ നദികളുടെ സ്ഥാനം വെച്ച് ആ ഒരു രീതിയിലാണ് അവ കിഴക്കോട്ടേക്ക് പോകുന്നത്. ബാക്കി നമ്മുടെ ആ സ്ലോപ്പ് അനുസരിച്ചാണ് പോകുന്നത് ഭൂമിയുടെ ഘടന. അത് കുറച്ചുകൂടി വിശദമായിട്ട് ഞാൻ പറയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാനത് സെപ്പറേറ്റ് വീഡിയോ ആക്കി ഒന്നുകൂടി ജോഗ്രഫിക്കലായിട്ടുള്ള ഒരു സ്റ്റഡിയും കൂടെ അതിന് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് റെക്കോർഡഡ് അല്ലേ അങ്ങനെ പറയാത്തത്. ഇത് നമ്മൾ പറയുമ്പോൾ ഘടന തന്നെയാണ് കേരളത്തിൽ നമ്മുടെ ഭൂമി ശാസ്ത്രപരമായ ഘടന വെച്ചിട്ട് നമുക്കത് പറയാനാകുന്നത്. ഉത്ഭവവും ഘടനയും രണ്ടും അതിൽ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി ടീച്ചറിനോട് ചോദിക്കാൻ, മഞ്ജു ടീച്ചറിനോട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദിച്ച ചോദ്യമുണ്ട്, അത് തന്നെ ചോദിക്കാം. ഒരു കുട്ടി ക്ലാസ്സിൽ എന്തര് എന്ന് പറയുന്നു, അപ്പോ അത് എന്ത് ചെയ്യും ടീച്ചർ? അതിനെ തിരുത്തുമോ അതോ എന്താണ് ടീച്ചറിന്റെ അഭിപ്രായം? ടീച്ചർ അത് എന്നോട് തന്നെ അവര് അത് ചോദിക്കും. അത് ഞാൻ പറയില്ല. അത് പൊതുവെ നമ്മുടെ എന്റെ സ്ഥലവും പാറശാലയാണ്. ഇത് കേൾക്കുമ്പോ ഉണ്ടല്ലോ അവര് ചോദിക്കും. നമ്മളിപ്പോ മറ്റേ സുരാജ് വെഞ്ഞാറമൂട് സിനിമയിലൊക്കെ പറയണ കേൾക്കുമ്പോ ഇവിടെ ഉള്ളവരിങ്ങനെയാ സംസാരിക്കണേന്ന്. പക്ഷെ അങ്ങനെ ഉണ്ട്, ചില ഏരിയകളിൽ അങ്ങനെ സംസാരിക്കണവരുണ്ട്. നമുക്ക് ചിലപ്പോ കുറച്ച് നീട്ട് കൂടുതലായിരിക്കും, പക്ഷെ ഇങ്ങനെ എന്തൊരു ആ ഒരു ടോൺ ആയിരിക്കില്ല. പക്ഷെ ടീച്ചറിനോട് അത്തരത്തിലുള്ള ചോദ്യം വരാനുള്ള സാധ്യതയുണ്ട്, നമ്മുടെ സ്ലാങ് വ്യത്യാസം കാരണം. അല്ല, അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് കുട്ടികളടുത്ത് അങ്ങനെ സംസാരിക്കരുത് എന്ന് പറയാം. അങ്ങനെ സംസാരിക്കുന്നതിനേക്കാളും ഇങ്ങനെ സംസാരിക്കുന്നതാണ് നല്ലത് എന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കാം. അതല്ലേ നന്നായിട്ടുള്ളത് എന്ന് പറയാം. എന്നിട്ട് ടീച്ചർ എന്നിട്ട് എന്താ മാറ്റാത്തെ? അങ്ങനെ മാറ്റാൻ പറ്റുമോ ടീച്ചറിന്? അല്ല ടീച്ചർ പിന്നെ അല്ല നീട്ടുന്ന സ്ലാങ് ഇപ്പോ, പക്ഷെ ഓരോ സ്ഥലത്ത് ഓരോ ലാംഗ്വേജ് വ്യത്യാസം. ഇപ്പൊ നമ്മള് ഞാൻ കോഴിക്കോടാ വച്ചിക്കണേ, ആ ഗ്രൂപ്പിലുള്ള കുട്ടികൾ സംസാരിക്കണ കേൾക്കുമ്പോണ്ടല്ലോ വേറെ രീതിയാണ് മനസ്സിലാക്കാൻ വ്യത്യാസം തോന്നുന്നു, നമുക്ക് ശീലമില്ലാത്തത് കൊണ്ട്. അപ്പോഴ് അല്ല മനസ്സിലാവും, എന്നാൽ അവസാനം കൊണ്ടൊക്കെ ഇനി അങ്ങനെയൊക്കെയുള്ള ഒരു രീതിയാണ് അവർ സംസാരിക്കുന്നത്. അപ്പോഴ് ഓരോ സ്ഥലത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു വ്യത്യാസം ഉണ്ടാവും. ഉണ്ട്. അപ്പൊ ടീച്ചർ എന്ത് പറയും? അല്ല, അപ്പോഴ് ഉദ്ദേശിക്കുന്നത് മാറ്റണ്ടെന്നാണോ? ഞാൻ അത് ഇത്രയും ദിവസം ചിന്തിച്ചിട്ടില്ല. അങ്ങനെയാണെ വേറെ ആർക്കെങ്കിലും ഉത്തരം അറിയാമോ എന്ന് നോക്കട്ടെ. ഇവിടെ എല്ലാം നോക്കി റെഡി ആയിട്ടിരിക്കുന്ന പഴയ ചില പുലികളെ നമുക്കൊന്ന് മടയെന്ന് പുറത്തിറക്കാം കേട്ടോ. ഇനി ശ്രവ്യ ടീച്ചർ കൂടെ പറഞ്ഞു. ശ്രവ്യ ടീച്ചർ വിചാരിക്കുമായിരിക്കും ഞാൻ പിണങ്ങി വിളിക്കാത്തതാണെന്ന്. ശ്രവ്യ ടീച്ചറെ, കൊച്ചൊക്കെ ഉറക്കമാണോ? എന്തി കാണുന്നില്ലല്ലോ, വീഡിയോ കണ്ടില്ല ഞാൻ. എന്തി വീഡിയോ ഓൺ ചെയ്തില്ല? ഓണാക്കിയല്ലോ. ആണോ? എന്നാ എനിക്ക് കാണുന്നില്ല. നിങ്ങൾക്ക് കാണാമോ? കള്ളത്തിന് എന്നെ പറ്റിക്കാണോ? കാണാനില്ല. ഞങ്ങൾക്കും കാണാനില്ല. ഒന്നുകൂടെ ഒന്ന് ടച്ച് ചെയ്ത് നോക്കിയേ. കള്ളി കള്ളി കള്ളി. കിടക്കോ ഉറക്കോ ഏട്ടാ? ഞാൻ ഓണാക്കിയല്ലോ. ഇപ്പോഴും കാണാനില്ല. ഇത് മറ്റേ വിസ്മയത്തുമ്പത്ത് സിനിമ പോലാന്ന് തോന്നുന്നു. എനിക്കും ചെറിയ സംശയമൊക്കെ ഉണ്ട് ആളെ കണ്ടപ്പോ തൊട്ട്. ഇനിയിപ്പോ പോട്ടെ, നമുക്ക് ചോദ്യത്തിലോട്ട് വരാം.
അത് ഓക്കെ ആവുമെന്ന് തോന്നുന്നു. എനിക്ക് കാണാൻ പറ്റുന്നത്. എന്നാ തന്നെ സൗന്ദര്യം ആസ്വദിച്ചിരുന്നോ അവിടെ? ടീച്ചറെ പിന്നെ ഈ ഈ മഞ്ജു ടീച്ചറിനോട് ചോദിച്ച അതേ ചോദ്യമാണ്. നമ്മുടെ സ്കൂളില് ഒരു കുട്ടി ഇങ്ങനെ എന്തര് എന്നൊക്കെ ഉള്ള രീതിയിൽ സംസാരിക്കുന്ന, അല്ലെ കൊളോക്കിയൽ രീതിയിൽ സംസാരിക്കുന്ന കുഞ്ഞാണ്. അപ്പൊ ടീച്ചർ എന്ത് ചെയ്യും? അത് ഈ മലയാളത്തില് ഓരോ നാട്ടിലും ടീച്ചർ പറഞ്ഞ പോലെ ഭാഷയിൽ വ്യത്യാസം ഉണ്ടാവും. ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോഴും, ജില്ല മാത്രമല്ല ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോഴും വ്യത്യാസം ഉണ്ടാവും. അപ്പോ അത് നമുക്ക് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ മാറ്റാനായിട്ട് പറ്റൂല. അപ്പോ നമ്മള് അതായത് മനഃപൂർവ്വം തന്നെ സംസാരിക്കുമ്പോ അത് ശ്രദ്ധിച്ചിട്ട് പതിയെ പതിയെ മാറ്റുന്നതാണ് നല്ലതെന്നാണ്. ഇതേ കുറിച്ച് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഒന്നും ഓർമ്മ വരുന്നില്ല എന്ന്. ഞാൻ വേറെ അവസാന അത്താണി എന്നുള്ള നിലയിൽ പിന്നെ അശ്വതി MS വേദിയിലേക്ക് വരിക. ഉണ്ടോ ഇവിടെ? കാണാം. ഉണ്ട്. പക്ഷെ പെട്ടെന്ന് എനിക്കും കിട്ടുന്നില്ല. കാര്യം ഒരേ ലൊക്കാലിറ്റിയിലുള്ള പിള്ളേരായിരിക്കും LP സ്കൂളുകളിൽ വരുന്നത്. അവർക്കുള്ള ഞങ്ങളുടെ സ്കൂളിൽ കോഴിക്കോട് നിന്നുള്ള ഒരു കുട്ടിയുണ്ട് LP സ്കൂളിൽ മോൻ പഠിക്കുന്നത്. നമ്മൾ പല കൾച്ചറുകളും മിങ്കിൾ ചെയ്യുമ്പോഴത്തേക്ക് പൊതുവെ അവർക്കുള്ള ക്യാരക്ടർ മാറി മാറി സംസാര രീതിയിലും മാറ്റം വരും. പിന്നെ ടീച്ചർ കൂടുതലും നമ്മള് അച്ചടി ഭാഷയിൽ സംസാരിക്കുമ്പോഴത്തേക്ക് കുട്ടി ഇച്ചിരി കൂടി ആ രീതിയിലേക്ക് വരാനും ചാൻസ് ഉണ്ട്. വ്യവഹാരവാദം. അപ്പൊ കുഞ്ഞ് മാറണമെന്നാണ് നിങ്ങളെല്ലാം പറഞ്ഞു വരുന്നത്. അഞ്ജലി ടീച്ചറെ, ഇന്നലത്തെ വാഗ്വാദത്തിന് ശേഷം ഞാൻ അടുത്ത വാഗ്വാദവുമായി വരിക. എന്താ വേണ്ടേ? ടീച്ചറെ, നമ്മള് അധ്യാപകര് സംസാരിക്കുമ്പോ എപ്പോഴും മാനക ഭാഷ സംസാരിക്കണം എന്നാണ് പറയാ. അതായത് നമ്മളൊരു സ്വാഭാവിക സംഭാഷണത്തിൽ ഏർപ്പെടുകയല്ല. കുട്ടികളെ നമ്മളൊരു കാര്യം പഠിപ്പിക്കുകയാണ്, നമ്മൾ അധ്യാപകരാണ്, നമ്മൾ എല്ലാ കാര്യങ്ങളിലും മാതൃകയായിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ ആ സമയത്ത് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ മാനക ഭാഷ തന്നെ ഉപയോഗിക്കുക. ആ സമയത്ത് നമ്മൾ ഉച്ചാരണം ശ്രദ്ധിക്കുക, അക്ഷരസ്ഫുടത ശ്രദ്ധിക്കുക. ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് വേണം നമ്മൾ കുട്ടികളോട് സംസാരിക്കാൻ. പിന്നെ നമ്മളൊരു സൗഹൃദ സംഭാഷണത്തിൽ ഏർപ്പെടുന്ന സമയത്ത് കുട്ടികളോട് നമുക്ക് ആ രീതിയിൽ സംസാരിക്കാം. അതല്ലാതെ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് മാനക ഭാഷ പ്രയോഗിക്കുക, മാനക ഭാഷയിൽ സംസാരിക്കുക. ആ സംസാരത്തിൽ തന്നെ കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടൊരു തോന്നല് വരും. അതായത് ഞാൻ സംസാരിക്കുന്ന ഭാഷയും ടീച്ചർ ഞങ്ങളെ പഠിപ്പിക്കുന്ന ഭാഷയും തമ്മിൽ എന്തോ ഒരു വ്യത്യാസമുണ്ട്. ഒക്കെ മലയാളം തന്നെയാണ്, പക്ഷെ എന്തോ ഒരു വ്യത്യാസമുണ്ട്. അപ്പോ ആ രീതിയിലാണ് ടീച്ചർ ഞങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോ ആ രീതി ആ രീതിയിൽ വേണം നമ്മൾ പൊതുവിലൊരു കാര്യം സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മളൊരു എന്താ പറയാ, ഒരു ഔദ്യോഗികമായൊരു കാര്യം സംസാരിക്കുമ്പോഴൊക്കെ നമ്മൾ ആ രീതിയിൽ വേണം സംസാരിക്കാൻ എന്നൊരു ബോധം കുട്ടിയിൽ അറിയാതെ തന്നെ നമ്മൾ പകർന്നു കൊടുക്കണം. അതല്ലാതെ തന്നെ ഇപ്പൊ ഞാനൊക്കെ +2 പഠിക്കുമ്പോൾ എന്നെ പഠിപ്പിച്ചൊരു സാറ് പറഞ്ഞിരുന്നു, നിങ്ങൾ കഴിയുന്നതും ഇംഗ്ലീഷ് സംസാരിക്കാൻ ശ്രമിക്കുക. ഇനി നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റില്ല, നിങ്ങൾ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മലയാളം സംസാരിക്കുക. ആ രീതിയിൽ നിങ്ങളെ ഭാഷ വളരെയധികം, ഞങ്ങൾ പൊന്നാനിയാണ്, പൊന്നാനിക്കാരെ ഭാഷ അറിയുന്നവർക്ക് അറിയേണ്ടത് എന്തേനു പോണേനു അങ്ങനെയൊക്കെയുള്ള സംസാരമുണ്ട്. എനിക്കും ആ ഭാഷയുണ്ട്. ഇപ്പൊ ഞാൻ ഇങ്ങനെ അല്ലാതെ ഞാൻ സംസാരിക്കുന്നത് അനക്ക് എന്താണ്ടി അങ്ങനെയൊക്കെ ഞാൻ സംസാരിക്കും. പക്ഷെ ഞാൻ ഒരു അങ്ങനെയൊന്നും അത് വല്ലാതെ ചേഞ്ച് ഇല്ല. അത് കുറച്ചും കൂടി കടപ്പുറം അങ്ങനെയല്ല. ബസ് കയറി ഇറങ്ങുക അതൊക്കെ തന്നെ പറയുള്ളൂ. ഇജ്ജ് അനക്ക് അങ്ങനെയൊക്കെ പറയും. ഇജ്ജ് എന്താണ്ടി ഇങ്ങനെ, ഓനിക്ക് ഭയങ്കര കുറ്റാണ്, അങ്ങനെയൊക്കെ സംസാരിക്കും. അതൊക്കെ ഉണ്ട്. പക്ഷെ അത് എന്റെ സൗഹൃദ സംഭാഷണങ്ങൾ മാത്രമേ ഞാൻ അത്തരം ആ രീതി ഉപയോഗിക്കാറുള്ളൂ. അല്ലാത്ത സമയത്തൊക്കെ ഞാൻ ഏത് നാട്ടുകാരിയാണെന്ന് ഞാൻ സംസാരിക്കുന്നതിൽ നിന്ന് മനസ്സിലാകാത്ത രീതിയിലാണ് എപ്പോഴും സംസാരിക്കാൻ ശ്രമിക്കാറുള്ളത്. അപ്പൊ അത് കുട്ടികൾക്കും നമ്മൾ പകർന്നു കൊടുക്കണം. കാരണം ഈ രീതിയിൽ നമ്മൾ നോട്ടീസ് ചെയ്യപ്പെടും. നമ്മളെ ഭാഷയിൽ അല്ലെങ്കിൽ നമ്മുടെ സ്ലാങ്ങിൽ, നമ്മളെ ഡയലക്റ്റ് വെച്ചിട്ട് നമ്മളെ പരിഹസിക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ കുട്ടികൾ ഇപ്പൊ ഈ സംസ്ഥാനം വിട്ടിട്ടോ അല്ലെങ്കിൽ
ജില്ല വിട്ടിട്ടോ ഒക്കെ മറ്റു സ്ഥലങ്ങളിൽ അവർ ഉന്നത വിദ്യാഭ്യാസത്തിനൊക്കെ പോകേണ്ടി വരും. ആ സാഹചര്യങ്ങളൊക്കെ അവർക്ക് ഇത്തരത്തിലുള്ള ഡയലക്ട് ചേഞ്ച് ഒക്കെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പൊ ഈ രീതികളൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടി നമ്മൾ കുട്ടികളെ ഒരു മാനക ഭാഷയിൽ ഊന്നി നമ്മൾ കുട്ടികളെ കാര്യങ്ങൾ പഠിപ്പിക്കുക. അപ്പൊ അവർക്ക് കുറച്ചും കൂടി വളരും തോറും ഓരോ ക്ലാസ്സിലും നമ്മൾ ഈ രീതിയിൽ പിന്തുടർന്ന് വരുമ്പോൾ കുട്ടിയെ അറിയാതെ തന്നെ അത് ആ ഒരു ആശയം കുട്ടിയിൽ എത്തിപ്പെടും. അവരും ആ ഒരു മാനക ഭാഷയിൽ സംസാരിക്കാനുള്ള ഒരു ശേഷി നേടിയെടുക്കും. ഓക്കെ, അഞ്ജലി ടീച്ചർ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇടയ്ക്ക് അതങ്ങ് കയ്യിൽ നിന്ന് പോയി. അതായത് അത് എപ്പോഴും ഉള്ളതാണല്ലോ, എല്ലാം വന്നിട്ട് ഇട്ടടയ്ക്കുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പം അപ്പൊ പറഞ്ഞതെല്ലാം നല്ലത് തന്നെ. അതായത് നമ്മള് പിന്നെ നമ്മുടെ ഭാഷയെ യഥാർത്ഥ രീതിയിൽ പറയുക എന്നുള്ളത്, അത് നമ്മുടെ കേരളത്തിൽ മുഴുവൻ ജനങ്ങള് സംസാരിക്കുന്ന വ്യത്യസ്ത രീതിയിലാണ്. ഒരു വീട്ടിൽ തന്നെ പല രീതിയിൽ സംസാരിക്കുന്നവരുണ്ട്. അതായത് നമ്മള് സമൂഹവുമായിട്ടുള്ള ഇടപഴകല് നമ്മുടെ ഭാഷയെ സ്വാധീനിക്കുന്നുണ്ട്. നമ്മുടെ കൂട്ടുകാർ പറയുന്ന ഭാഷ കൊണ്ടായിരിക്കും നമ്മൾ വീട്ടിലേക്ക് വരിക, അവരും അതുപോലെ തന്നെ. അങ്ങനെ ഒരു വീട്ടിൽ തന്നെ വ്യത്യസ്ത രീതിയിൽ വ്യത്യസ്ത ടോണിലൊക്കെ സംസാരിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ നമ്മുടെ കേരളത്തിൽ ഒട്ടാകെ അങ്ങനെയൊക്കെ തന്നെയാണ്. അതിനെ ഒരു കുടക്കീഴിലേക്ക് ആക്കുന്നത് നമ്മുടെ അച്ചടി ഭാഷയാണ്, അല്ലെ? നമ്മുടെ പിന്നെ ഔദ്യോഗിക ഭാഷ എന്ന നിലയിലുള്ള മലയാളമാണ് നമ്മളെ ഒരു കുടക്കീഴിലേക്ക് കൊണ്ടുവരുന്ന ഭാഷ. അപ്പൊ അത് ശരിയായ രീതിയിൽ കുട്ടികൾ ആർജിക്കുക തന്നെ വേണം. പക്ഷെ അപ്പോഴും നമ്മുടെ ഹാൻഡ് ബുക്കിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു, അപ്പൊ എല്ലാവരും അത് മറന്നുപോയി. അതായത് പിന്നെ പ്രാദേശിക സംസ്കാരം, ഭാഷ, ഇവയ്ക്കൊക്കെ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, ഇല്ലേ? നമ്മളത് പറഞ്ഞിട്ടില്ലേ? അവയുടെ സംരക്ഷണം എത്ര തവണ എടുത്തെടുത്ത് അത് അതേ സെന്റൻസ് ഇങ്ങനെ വരുന്നുണ്ട്. പ്രാദേശിക ഭാഷ, പ്രാദേശിക സംസ്കാരം എന്നിവയെ നിലനിർത്തൽ, എന്നിവ സംരക്ഷിക്കൽ എന്നൊക്കെ ഉള്ള രീതിയിൽ നമ്മുടെ KCF 2023 വിഭാവനം പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ രീതികളെ നമ്മൾ മുറുകെ പിടിക്കണമെന്ന് തന്നെയല്ലേ? അപ്പൊ കുട്ടിയുടെ ആശയം, കുട്ടിയുടെ ഭാഷ കുട്ടിയുടെ ഉള്ളിൽ തന്നെയുണ്ട്. പക്ഷെ അവിടെ അഞ്ജൽ ടീച്ചർ പ്രയോഗിച്ച രീതി നമുക്ക് ഉപയോഗിക്കാം. അതായത് കുട്ടികള് നല്ല ഭാഷയിൽ സംസാരിക്കുക, എല്ലാവരുടെയും ഭാഷ നല്ലതാണ്, നീ ഉപയോഗിക്കുന്ന വ്യത്യസ്തമായ ഭാഷയ്ക്ക് യാതൊരു കുറവുമില്ല എന്ന ഒരു അഭിമാന ബോധം കുട്ടിക്ക് തോന്നണം തന്റെ സംസ്കാരത്തോട്, തന്റെ പ്രദേശത്തോട്, അല്ലെ? അപ്പൊ അല്ലെങ്കിൽ കുട്ടി തന്റെ ഞാൻ ഈ ഒരു വീട്ടിലാണല്ലോ, അല്ലെങ്കിൽ ഈ ഒരു ഗ്രാമത്തിലാണല്ലോ ജനിച്ചത് എന്നൊക്കെയുള്ള രീതിയിൽ കുട്ടി നെഗറ്റീവായിട്ട് ചിന്തിക്കാതെ അതിന്റെ ഭംഗിയെ ആസ്വദിക്കാൻ മറ്റുള്ളവരെ കൂടി പഠിപ്പിക്കണ്ടേ? എല്ലാ കുട്ടികളും നമ്മൾ വ്യത്യസ്തതയെ ഉൾക്കൊള്ളാൻ പഠിപ്പിക്കണം. ടീച്ചർ പറഞ്ഞതുപോലെ മറ്റിടത്ത് ചെല്ലുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കളിയാക്കപ്പെടുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? ആ മൂല്യം കിട്ടാത്ത കുറെ പേര് നമ്മുടെ ചുറ്റും ഉള്ളത് കൊണ്ടാണ് നമ്മൾ കളിയാക്കലിന് വിധേയമാകുന്നത്. പക്ഷെ നമ്മുടെ പാഠ്യപദ്ധതി KCF 2023 പ്രകാരം എല്ലാം ഉൾക്കൊള്ളണം എന്ന ആശയമാണ് എത്തുന്നതെങ്കിൽ ഇനി വരുന്ന തലമുറ എന്ത് ചെയ്യും? എല്ലാവരെയും ഉൾക്കൊള്ളും. കളിയാക്കലുകൾ കുറയാൻ സാധ്യതയുണ്ട് എന്ന നിലയിലേക്ക് നമുക്ക് പറയാം. അതായത് തനത് ഭാഷയും തനത് ശൈലികളും സംരക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷേ നമ്മൾ വേദികളെ അഭിസംബോധന ചെയ്യുമ്പോഴും എല്ലാവർക്കും മനസ്സിലാകുന്ന രീതി നോക്കുമ്പോഴും ഒക്കെ ഒരു കൃത്യമായ ഭാഷാ ശൈലി സ്വീകരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഔദ്യോഗിക ഭാഷാ രീതിയിൽ തന്നെ നമ്മൾ സംസാരിക്കുകയും ആശയവിനിമയം ചെയ്യുകയും തന്നെയാണ് നല്ലത്. അത് ബോധപൂർവം ഉണ്ടാകേണ്ട ഒന്നാണ്. അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കുട്ടിയെ ബോധവാന്മാരാക്കുക കുട്ടികളെ. അതോടൊപ്പം തന്നെ ഈ ഭാഷാ ശൈലിയിലെ വ്യത്യാസത്തെ ഉൾക്കൊള്ളാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക. അത് ആ പ്രാദേശികമായ ഘടനയുടെ പ്രത്യേകതയാണ്. പ്രത്യേകിച്ച് ഈ തിരുവനന്തപുരം സൈഡിന്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് തമിഴ്നാടുമായിട്ടൊക്കെ കുറച്ച് ബന്ധം കൂടുതലാണ്. ഞങ്ങൾ കൊല്ലം ചെങ്കോട്ട ഭാഗവുമായിട്ടൊക്കെ കൂടുതൽ ബന്ധമുള്ള സ്ഥലമാണ് ഞങ്ങളുടേതൊക്കെ, മലയോര പ്രദേശങ്ങൾ. ഇവിടുത്തെ ഒക്കെ ഭാഷയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മിക്സഡ് ഒരു രീതി വരും. തമിഴിന്റെ കുറച്ച് പിന്നെ അംശങ്ങൾ നമ്മൾ എടുക്കാറുണ്ട്. നമ്മുടെ സംഭാഷണത്തില് പല അടുത്തുള്ള ജില്ലകള് ഇതുമായിട്ടൊക്കെ പല ബന്ധങ്ങളും ഉള്ള രീതിയിലാണ്. ഇപ്പൊ കൊല്ലം ജില്ലയിൽ തന്നെ, എന്റെ സ്ഥലം കൊല്ലം ആയതുകൊണ്ട് പറയാണ്, തിരുവനന്തപുരം സൈഡിലേക്ക് അടുത്ത സ്ഥലങ്ങളുണ്ട്. കടക്കല് വഴി അങ്ങനെയൊക്കെ ഇങ്ങനെ പോവാം തിരുവനന്തപുരത്തേക്ക്. അപ്പൊ ആ ഒരു പ്രദേശത്ത് ഈ തിരുവനന്തപുരം സ്ലാങ് ആണ് വരുന്നത്. കൊല്ലം ജില്ല തന്നെയാണ്. അപ്പൊ പ്രാദേശികപരമായിട്ടുള്ള ആ ഒരു കണക്ഷൻ നമ്മളുടെ ഭാഷയെ ബാധിക്കുന്നുണ്ട്, അല്ലെ? അതങ്ങനെയാണ്. അത് ആ പ്രദേശത്തിന്റെയും അവരുടെ സംസ്കാരത്തിന്റെയും ഭാഗമാണ്. അതിനെ ഇല്ലായ്മ ചെയ്യാതെ നമ്മൾ പ്രിസർവ് ചെയ്യുക തന്നെ വേണം. പക്ഷെ അതോടൊപ്പം തന്നെ നമ്മളുടെ ഔദ്യോഗിക ഭാഷ, ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഔദ്യോഗിക ഭാഷയെ
ബോധപൂർവം പ്രയോഗിക്കാൻ, അതിനുള്ള വേദികളിൽ അങ്ങനെ തന്നെ സംസാരിക്കാനും, ടീച്ചറിന് സന്തോഷം തരുന്നത് ടീച്ചറിന്റെ സൗഹൃദ വലയത്തിൽ ടീച്ചറായി സംസാരിക്കുമ്പോഴല്ലേ, ഓള ഇജ് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ ഞാൻ തൃശ്ശൂര് ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലാണ് പഠിച്ചത്. അവിടുത്തെ ഡയലക്ട് വേറെയാണ്. പക്ഷെ ഞാൻ ആ കോളേജിൽ പോയിട്ടും എന്റെ ഫ്രണ്ട്സിനോട് സംസാരിക്കുമ്പോ ഇജി എനക്ക് ഓല് അങ്ങനെയൊക്കെ സംസാരിച്ചിട്ട് കാരണം എന്റെ ഭാഷയെ ഒട്ടും വിട്ട് കളയാതെ എന്റെ വീട്ടിലായാൽ പോലും മറ്റെവിടെ പോയാലും എന്റെ ഭാഷയെ വിട്ട് കളയാതെ മുറുകെ പിടിക്കുന്ന ഒരാൾ ഞാനാണ്. എല്ലാരും പറയും നിനക്ക് മാത്രമായിട്ട് ചേഞ്ച് ഇല്ലല്ലോ എന്ന് പറയും. പക്ഷെ എന്റെ ഇങ്ങനത്തെ വേദികളിൽ സംസാരിക്കുമ്പോൾ ഞാൻ ആ മാനക ഭാഷ തന്നെയാണ് സംസാരിക്കാറുള്ളത്. അത് എന്റെ ഭാഷ എന്നുള്ളത് എന്റെ അഭിമാനമാണ്. അതെ അതെ, ആ അഭിമാന ബോധം നമ്മുടെ മക്കൾക്കും വേണം. അപ്പൊ നമ്മൾ അതിൽ തിരുത്തലല്ല, മറിച്ച് എന്താണ് ബുദ്ധിപരമായുള്ള ഇടപെടലില്, അതായത് പല ജില്ലകളിൽ നിന്നൊക്കെ ഉള്ള ആളുകളും ഒരു വേദിയിലേക്ക് ആള് വരുമ്പോഴും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ സംസാരിക്കുക. നമ്മളുടെ കൊളോക്കിയൽ വാക്കുകൾ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ മനസ്സിലാവില്ല അല്ലെ. നമ്മൾ ഒരു വസ്തുവിന് പലയിടത്ത് പല പേര് പറയും. മീനാണെങ്കിലും വ്യത്യസ്ത പേരിലായിരിക്കും നമ്മൾ പറയുക അല്ലെ. അപ്പൊ ഇതൊക്കെ വരുമ്പോഴത്തേക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അത് ഒഴിവാക്കാനാണ് നമുക്ക് എല്ലാവർക്കും കൂടിയുള്ള ഒരു ശൈലി ഉള്ളത്. അതിനെ ഫോളോ ചെയ്യുക. കുട്ടിയുടേതായ തനതായ ശൈലിയും സംസ്കാരവും അവൻ നിലനിർത്തി പോകുന്നത് തന്നെയാണ് നല്ലത് അല്ലെ. നമ്മളുടെ ഈ സംസ്കാരത്തിലെയും ഭാഷയിലെയും വൈവിധ്യം നമ്മളിങ്ങനെ കാത്തു സൂക്ഷിക്കേണ്ടതാണ്. അത് എന്തൊക്കെ മാറ്റങ്ങൾക്ക് വിധേയമായി എന്നൊക്കെ സ്റ്റഡി ചെയ്യപ്പെടേണ്ടതും ഒക്കെയാണ് അല്ലെ. അത് കൈമാറ്റം ചെയ്തു പോകട്ടെ എന്നതാണ് എൻ്റെ അഭിപ്രായം. എനിക്ക് തോന്നിയത് അതാണ് കേട്ടോ. ഇത് പൂർണ്ണമായി ശരിയെന്നല്ല. എനിക്ക് ആ ഹാൻഡ് ബുക്ക് പരിശോധിച്ചപ്പോഴും ഒക്കെ എനിക്ക് തോന്നുന്ന ശരികളാണ് പറയുന്നത്. നിങ്ങൾ അതില് നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കലുകൾ നടത്താം, നിങ്ങളുടെ ഇഷ്ടം പറയാം. പിന്നെ ഒരു ചോദ്യം കൂടി ചോദിച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. സഹീറ ടീച്ചർ ഉണ്ടോ ഇതില്? സഹീറ ടീച്ചർ അല്ലായിരുന്നോ എന്നോട് ചോദിച്ചേ? ആണല്ലോ. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ക്ലാസ്സിൽ ട്രാൻസ്ജെൻഡർ സ്വഭാവം കാണിക്കുന്ന ഒരു കുട്ടിയുണ്ട്. അപ്പൊ ആ കുഞ്ഞിനെ എങ്ങനെയായിരിക്കും നിങ്ങൾ ഡീൽ ചെയ്യുക? അതായത് ആ ഒരു ആൺകുട്ടി ഇപ്പൊ പെൺകുട്ടികളെ പോലെ നടക്കാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ കൂടുതൽ സമയവും പെൺകുട്ടികളോടൊപ്പം ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ അത് നിരീക്ഷിക്കുമ്പോൾ അതിനൊരു ട്രാൻസ്ജെൻഡർ സ്വഭാവം ആ കുഞ്ഞ് കാണിക്കുന്നതായി തോന്നുന്നു. ചെറിയ ക്ലാസ്സുകളിലെ അത് UP തലത്തിലൊക്കെ നമുക്ക് തിരിച്ചറിയാനാകുമെന്നാണ് ധാരണ. ഞാൻ ആ ചോദ്യം പറയാനൊരു റീസൺ ഉണ്ട്. അപ്പോ പിന്നെ അങ്ങനെയാണെങ്കിൽ അധ്യാപിക എന്ന നിലയിൽ നിങ്ങളുടെ തീരുമാനം എന്തായിരിക്കും? നിങ്ങൾ എങ്ങനെയായിരിക്കും അത് കുട്ടിയെ ഡീൽ ചെയ്യുക? അശ്വതി ടീച്ചർ പറഞ്ഞു. അശ്വതി നായർ. ഹലോ, പറഞ്ഞോ. ഹായ് ടീച്ചർ. ഞാൻ കേട്ടില്ല, ഞാന് കുട്ടിയുടെ വണ്ടി വന്നേ, അപ്പൊ ഞാൻ ഓടിപ്പോയതാ. അതുകൊണ്ട് മാത്രം ഞാൻ വിട്ടേക്കുന്നു. എന്നാ ഹസീൻ ടീച്ചർ പറഞ്ഞോ. ഹസീൻ ടീച്ചറെ. ഹസീന പറ. വ്യക്തിപരമായ അഭിപ്രായം പറയാം. അല്ല, അവരുടെ ക്യാരക്ടർ അങ്ങനെ കാണുമ്പോ അവരെ കൂടെ നിർത്തുക, അവരെ മനസ്സിലാക്കുക, അവർക്ക് സപ്പോർട്ട് കൊടുക്കുക. അവരെ കളിയാക്കുന്നതിന് പകരം അവർക്ക് സപ്പോർട്ട് കൊടുക്കുക. അവരുടെ പ്രകൃതം, അവർ ജനറ്റിക്കലായിട്ടുള്ള ഇതാണല്ലോ, അപ്പൊ അവരുടെ പ്രകൃതം അങ്ങനെയാണ്. അപ്പൊ അതിനനുസരിച്ച് അവർ മനസ്സിലാക്കി ആ രീതിയിൽ അവരോട് പെരുമാറുക. അക്സെപ്റ്റ് ചെയ്യണം. കാരണം അവരുടെ പ്രകൃതം ജന്മന അവരങ്ങനെയാണല്ലോ. പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. അതെ. നമ്മുടെ വീട്ടിലാണെങ്കിലും നമ്മളത് മനസ്സിലാക്കിയേ പറ്റൂ. ഇന്റർവ്യൂ ബേസിലല്ലല്ലോ ഉത്തരം പറയുന്നേ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ആരാണ് ഉത്തരം പറയുക? രവി ടീച്ചർ ആണെങ്കിലോ? അത് തന്നെയാണ് തോന്നുന്നത്. അവരെ മനസ്സിലാക്കുക, പിന്നെ ആവശ്യമായ സപ്പോർട്ട് കൊടുക്കുക, പിന്നെ കൂടെയുള്ളവരെയും കൂടി ഒന്ന് പറഞ്ഞ്, കുട്ടികളാണെങ്കിലും മറ്റു കുട്ടികളെയും കൂടി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. അതായത് അവരുടെ ഇങ്ങനെയാണ്. അപ്പൊ കളിയാക്കുകയല്ല വേണ്ടത്, അവരെ നമ്മുടെ സമൂഹത്തിലെ സാധാരണ ഉള്ള ഒരാളെ പോലെ തന്നെ പരിഗണിക്കാനും എല്ലാം ഉള്ളത് കാര്യങ്ങളും കുട്ടികളോടും മറ്റു കുട്ടികളോടും പറഞ്ഞു കൊടുക്കുക. എനിക്ക് ഉറപ്പില്ല. പിന്നെ ഈ ജെൻഡർ ന്യൂട്രാലിറ്റി അല്ലെങ്കിൽ ജെൻഡർ ന്യൂട്രാലിറ്റി അല്ല,
ജെൻഡേഴ്സ് പഠിപ്പിക്കുന്ന, അതായത് ഹൈസ്കൂൾ തലത്തിലേക്ക് എവിടെയെങ്കിലും ട്രാൻസിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ടോ? അശ്വതി, ശ്രദ്ധയിൽപ്പെട്ടോ? ഇപ്പോഴത്തെ ഈ ഫോമാണ് ഉൾപ്പെടെ എല്ലാത്തിലും നമുക്കിപ്പോ മെയില് ഫീമെയിൽ അങ്ങനെയുള്ളതിന്റെ കൂടെ ട്രാൻസ്ജെൻഡർ എന്ന് കൂടി ഉൾപ്പെടുത്തുന്നുണ്ട്. അതല്ല, പാഠപുസ്തകത്തിൽ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കറക്റ്റ് എനിക്ക് അറിയില്ല കേട്ടോ. അത് പക്ഷെ ഞാൻ ഇവിടെ പരിശോധിക്കണേ, കണ്ടത് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് UP തലത്തിലേക്ക്. ഓക്കെ. അപ്പൊ എനിക്ക് പേഴ്സണലി വന്ന ഒരു ചോദ്യമായിരുന്നു, ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ച് ചോദിച്ചാൽ അങ്ങനെയുള്ള ആളുകളുണ്ട്. സൗണ്ട് ഉണ്ട്, നീ അടച്ചേരെ. ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ച് ചോദിച്ചാൽ വ്യക്തിപരമായി എനിക്ക് അതിനെ അനുകൂലിക്കാനാകില്ല, പക്ഷെ എങ്ങനെയാണ് ഉത്തരം പറയേണ്ടത് എന്ന രീതിയിലേക്കൊരു പേഴ്സണൽ ക്വസ്റ്റ്യൻ വന്നു. വ്യക്തിപരമായി എനിക്ക് അംഗീകരിക്കാനാകില്ല എന്ന അർത്ഥത്തിലാണ് വന്നത്. അപ്പൊ എനിക്ക് തോന്നി പലർക്കും ഇപ്പോഴും വ്യക്തിപരമായി അതിനെ അംഗീകരിക്കാനാകുന്നില്ല. ഞാനൊരു അമ്മയാണ്, പക്ഷെ അമ്മയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെ ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിച്ചിട്ടുണ്ട്, നമുക്കറിയില്ല നമ്മുടെ കുഞ്ഞുങ്ങൾ വളരുമ്പോൾ ഏത് തലത്തിൽ ആയിരിക്കും എന്ന്. പക്ഷെ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിക്കാറുണ്ട്. ഇനി പറയുമ്പോൾ എല്ലാവരും എങ്ങനെ എടുക്കുമെന്നൊന്നും എനിക്കറിയില്ല. ഒരമ്മ എന്ന നിലയിൽ ഞാൻ ഏതറ്റം വരെയും പോകും, എന്ത് വന്നാലും ഞാൻ കൂടെ നിൽക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അത് പിന്നെ ജെൻഡറിന്റെ കാര്യത്തിലാണെങ്കിലും അവരുടെ പങ്കാളിയെ തിരഞ്ഞെടുക്കുന്ന താല്പര്യത്തിന്റെ കാര്യത്തിലാണെങ്കിലും നമുക്കൊന്നും പറയാനാകില്ല. അത് ജനിതകപരമായിട്ട് നമ്മൾ ചിലര് ചിന്തിക്കുന്നത് ഇത് നമ്മൾ ബോധപൂർവം ഉണ്ടാക്കുന്നതാണ്, അല്ലെങ്കിൽ സിനിമകൾ കണ്ടിട്ട് തോന്നുന്ന താല്പര്യങ്ങളാണ്, സമൂഹം ഉണ്ടാക്കുന്നതാണ്. സമൂഹം ഉണ്ടാക്കുന്ന ചില രീതികളുണ്ട്. അതായത് ഇപ്പൊ ഈ പറയുന്ന നമ്മൾ നല്ല സൗഹൃദങ്ങളെ പോലും അവര് തെറ്റായ കണ്ണിൽ കാണുന്ന രീതികളൊക്കെ നമ്മൾ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ പോലും കണ്ടിട്ടുണ്ട്. പെൺകുട്ടികൾ സ്നേഹത്തോടെ നിന്നാൽ ഉടനെ അത് വേറെ ടേമിലേക്ക്, ലെസ്ബിയൻ എന്നുള്ള രീതിയിലേക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു രീതി കണ്ടിട്ടുണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, ദാരിദ്ര്യം കൊണ്ടാണ്, നമ്മളുടെ അറിവില്ലായ്മ കൊണ്ടാണ് അതൊക്കെ അത്തരം രീതിയിൽ അവർ സംസാരിക്കുന്നത്. അതായത് അവര് കേട്ടൊരു വാക്കിനെ അവർ പ്രയോഗിക്കാനായിട്ട് ശ്രമിക്കുന്നു. അതങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ ഇങ്ങനെയുള്ള കോമൺ ആയിട്ട് നമ്മൾ ഇതൊക്കെ കാണുമ്പോൾ നല്ല സൗഹൃദങ്ങൾ പോലും നഷ്ടമാകുന്ന ഒരു രീതി അതെനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ അധ്യാപകരെന്ന നിലയിൽ നമ്മൾ അവരെ മാറ്റിയെടുക്കണം എന്ന് എല്ലായിടത്തും ഞാൻ കേട്ടിട്ടുണ്ട്. മാറുമോ എന്നുള്ളത് ആലോചിക്കുക. നമുക്കൊരാളോട് പ്രണയം തോന്നുമ്പോൾ അത് മാറ്റാൻ എളുപ്പമാണ്. ചിലപ്പം വീട്ടുകാരുടെ നിർബന്ധം കൊണ്ടൊക്കെ ഇതിനകത്തും കാണും നഷ്ടപ്രണയങ്ങൾ ഓരോന്ന്. ഇപ്പൊ ഇന്ന് നിശ്വാസം വിടുമായിരിക്കും ആന്ന് അല്ലേ. അപ്പൊ പിന്നെ അങ്ങനെയൊക്കെ മാറ്റിയതും അല്ലെങ്കിൽ ഇഷ്ടങ്ങൾ മാറിയിട്ടുണ്ടാവും. പക്ഷെ അവരുടെ കോമൺ ആയിട്ടുള്ള ഇഷ്ടം മാറില്ല. നമുക്ക് ഒരാളോട് എൻ്റെ പുരുഷൻ ഇങ്ങനെയായിരിക്കണം, എൻ്റെ സ്ത്രീ ഇങ്ങനെയായിരിക്കണം എന്നൊക്കെ നമുക്ക് സങ്കല്പം ഉള്ളതുപോലെ അവർക്കും ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാവുന്നതും അട്രാക്ഷൻ ഉണ്ടാവുന്നതും ആ രീതിയിലാണ്. അവരുടെ പിന്നെ ഉള്ളിന്റെ ഉള്ളിൽ അവര് സ്ത്രീ ആണെങ്കിൽ, ഒരു പുരുഷനാണെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ സ്ത്രീ ആയിരിക്കും, നേരെ തിരിച്ച് സ്ത്രീ ആണെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ പുരുഷനായിരിക്കും. അവരെ അത് ആകാനായിട്ട് അനുവദിക്കുക എന്നുള്ളതേ ഉള്ളൂ അതിനുള്ള മാർഗം എന്ന് പറയുന്നത്. അവർക്ക് താല്പര്യമില്ലായിട്ടല്ല, ഈ സമൂഹത്തിന്റെ പാർട്ടാകണമെന്ന് നല്ല താല്പര്യമുള്ളവർ തന്നെയാണ് ട്രാൻസ്ജെൻഡേഴ്സ്. അപ്പൊ അത് ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട്, അതിലേക്ക് നമുക്ക് വരാം. പക്ഷെ നമ്മുടെ മുന്നിലേക്ക് ഒരു കുട്ടി ആയിട്ട് അങ്ങനെ ഒരാളുണ്ട് എന്നുണ്ടെങ്കിൽ ഏതറ്റം വരെയും പോയി സപ്പോർട്ട് ചെയ്ത് അവന് അല്ലെങ്കിൽ അവൾക്ക് വേണ്ട പിന്തുണ കൊടുക്കുക, അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കൊടുക്കുക, വീട്ടുകാർക്ക് വേണ്ട കൗൺസിലിംഗ് കൊടുക്കുക, ആ കുട്ടിയെ അതേപടി ഉൾക്കൊള്ളാൻ നമ്മുടെ ക്ലാസ്സിനെയും സ്കൂളിനെയും പര്യാപ്തമാക്കുക. നമ്മുടെ സമൂഹത്തിന്റെ മനസ്സ് ഒന്നുകൂടി വികസിപ്പിക്കാനായിട്ട് ശ്രമിച്ചാൽ ഈ പാലങ്ങൾക്കടിയിലും രാത്രി കാലങ്ങളിലും ഒക്കെ നമ്മൾ കാണുന്ന പല ട്രാൻസ്ജെൻഡേഴ്സിനെയും നമുക്ക് ഒഴിവാക്കാനാകും. അവരെ നമ്മൾ കുറ്റം പറയാറുണ്ട്, അത് തെറ്റായ രീതിയിലേക്ക് അവർ പോകുന്നത് നമ്മുടെ സമൂഹത്തിനെ ഇല്ലായ്മ ചെയ്യാനാണ്. ചിലയിടത്തൊക്കെ ശരിയാകാം. പക്ഷെ നമ്മുടെ സമൂഹം അവരെ അക്സെപ്റ്റ് ചെയ്ത് അവരെ ചേർത്ത് നിർത്തി അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒളിയുടെയും മറയുടെയും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ബോധപൂർവമായി ഇറങ്ങിപ്പോകേണ്ട ഒരു ആവശ്യമൊന്നും അവർക്ക് വരുന്നില്ല. നല്ലൊരു ജോലി, നല്ല എഡ്യൂക്കേഷൻ, അങ്ങനെ ജീവിക്കുന്ന എത്രയോ മാന്യമായ സ്ത്രീകളുണ്ട് അല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് മറ്റേ വിനീത എന്ന് പറയുന്ന ട്രാൻസ്ജെൻഡർ. നിങ്ങൾക്ക് അറിയോ? ബ്യൂട്ടീഷ്യൻ ഒക്കെ ആയിട്ടുള്ള അതെ, സീമ സോറി, വിനീതയല്ല, സീമ അല്ലേ. ബ്യൂട്ടീഷ്യൻ ഒക്കെ ആയിട്ടുള്ള അതല്ലേ, വളരെ ഇഷ്ടം. വലിയ എന്താണ്, നമ്മൾ ഈ ചിലരെ നമ്മൾ കാണുമ്പോൾ നമുക്ക് അയ്യോ ഇവരെന്താ ഇങ്ങനെ നടക്കുന്നേന്ന് തോന്നും.
അതായത് വലിയ മേക്കപ്പ്, അതിപ്പം ട്രാൻസ് ആണെങ്കിലും സ്ത്രീകളാണെങ്കിലും ഒക്കെ നമുക്ക് അങ്ങനെ തോന്നും, ഇതെന്താണ് ചേരാത്ത വേഷം ഇടുക അങ്ങനെയൊക്കെ. പക്ഷെ അവര് അങ്ങനെയല്ലേ അല്ലെ, വളരെ നമുക്കൊരു അസൂയ, സ്ത്രീകൾക്ക് അസൂയ തോന്നുന്ന ഒരു സ്ത്രീ. അപ്പം ചിലരെ ട്രാൻസ് എന്ന് വിളിക്കുന്നതായിരിക്കും അവർക്ക് ഇഷ്ടം, ചിലർക്ക് സൂര്യ അവരൊക്കെ അങ്ങനെയാ. ആരാ? സൂര്യ. സൂര്യ. അതെ, സൂര്യയൊക്കെ അതേപോലെ ആ കാറ്റഗറി. അവരെയൊക്കെ നമുക്ക് മാറ്റി നിർത്താൻ തോന്നത്തില്ല, നമ്മളിൽ ഒരാളാണെന്ന് തന്നെയുള്ള ഒരു ഫീലാണ് കിട്ടുക. അപ്പൊ എനിക്ക് തോന്നിയിട്ടുണ്ട്, ഇപ്പോഴുള്ള കമന്റ്സ് ഒക്കെ പലതും കാണുമ്പോൾ തോന്നിയിട്ടുണ്ട് എല്ലാവരും അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങുന്നുണ്ട്. എങ്കിലും പൊട്ടിയും തെറിച്ചും അവിടെ ഇവിടെയായിട്ട് അവരെ നെഗറ്റീവ് പറയുന്നത് എന്തുമാത്രം വേദനയായിരിക്കും. നമ്മുടെ മുഖത്ത് നോക്കി നമ്മളെ അസഭ്യം പറയുമ്പോൾ ഉണ്ടാകുന്ന അതേ വേദനയായിരിക്കും. പിന്നെ അത് പ്രശ്നങ്ങളിലേക്ക് പോകുന്നത് ബോധപൂർവ്വം ഇത് ചൂഷണങ്ങൾക്കായിട്ട് ചില റാക്കറ്റുകൾ പ്രവർത്തിക്കുമ്പോഴാണ്. അത് നമ്മുടെ ഇവിടത്തേക്കാൾ ബോംബെയിലും ഒക്കെ നമ്മൾ തെരുവ് അല്ലെ, ബോംബെ റെഡ് സ്ട്രീറ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊക്കെ ന്യൂസുകൾ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ അല്ലാത്ത ഒരു വേഷം കിട്ടി ഇറങ്ങിയാലും അറിയില്ല എന്നൊക്കെ ഉള്ളത്, ലഹരി വിൽപ്പനയ്ക്കും ഒക്കെ ആയിട്ട് ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് ഇവർക്ക് പരിഗണന കൊടുത്ത് ഇവർക്ക് വേണ്ട സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കി കൊടുത്താൽ ഈ രാത്രികാലങ്ങളിലുള്ള ഈ പ്രശ്നങ്ങളും ഇതെല്ലാം പരിഹരിക്കാനാകും. നല്ല വിദ്യാഭ്യാസം നേടി മറ്റേ ഹൈദീസ് സാദിയ അല്ലെ, അങ്ങനെയൊക്കെയുള്ള കുട്ടികളൊക്കെ ഉണ്ടല്ലോ, ഇവരൊക്കെ ഇപ്പൊ JRF ഫണ്ട് ക്ലിയർ ചെയ്തെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഞാൻ ഇങ്ങനെ ഷോർട്സ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കണ്ടു, കയറി കണ്ടില്ല. അവരൊക്കെ അനുഭവിക്കുന്ന വേദനകളൊക്കെ ഉണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മളും കൂടി മനസ്സിലാക്കിയിരിക്കുക. നമ്മുടെ മുന്നിൽ അങ്ങനെ ഒരു കുട്ടി, ഞാൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഹൈസ്കൂളിൽ ഇങ്ങനെ ഒരു പയ്യനുണ്ടായിരുന്നു, എൻ്റെ ജൂനിയർ ആയിട്ട്. പക്ഷെ അവൻ അങ്ങനെ ആയിരുന്നു എന്ന് ഇപ്പോഴാണ് ബോധ്യം ഉണ്ടാവുന്നത്. അവനെ എല്ലാവരും കളിയാക്കുമായിരുന്നു, രാധ എന്നൊക്കെ പറഞ്ഞിട്ട് അന്നുള്ള സിനിമയുണ്ടല്ലോ, കളിയാക്കുമായിരുന്നു. അവൻ ശരിക്കും നമ്മൾ കാണുന്ന പോലെ നമ്മൾ പിന്നെ ഇങ്ങനെ ആ ആക്ഷൻസ് പെൺകുട്ടികളെ പോലെ തന്നെ നടക്കുക. അപ്പൊ ഇപ്പൊ എനിക്കത് വിഷമം തോന്നും, ആളുകൾ ഇങ്ങനെ കളിയാക്കിയിരുന്നപ്പോ അവൻ എന്തായിരിക്കും. എന്നാലും അവൻ പെൺകുട്ടികളുമായിട്ടാണ് കൂടുതൽ കൂട്ട് കൊണ്ടായിരുന്നത്, എവിടെയാണെന്ന് പോലും അറിയില്ല. നന്നായിരിക്കട്ടെ. അപ്പൊ അത് അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ അന്ന് ആരും അക്സെപ്റ്റ് ചെയ്യില്ല. മാറ്റി നിർത്തുമ്പോൾ ഒറ്റയ്ക്ക് ഇന്ന് കരയുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ചിലപ്പോ അത് ഇങ്ങനെ തന്നെ ആയിരിക്കും, എനിക്ക് ഉറപ്പില്ല. അപ്പോ നമ്മളെങ്കിലും അവർക്ക് വേണ്ടി സ്റ്റാൻഡപ്പ് ചെയ്യണം. അത് നമ്മൾ നെഗറ്റീവായിട്ട് നമ്മുടെ കൺവെൻഷണൽ രീതിയിൽ നിന്ന് ചിന്തകളെ എല്ലാം മാറ്റണം, പൊട്ടിച്ചു വിടണം. നമ്മൾ പഠിച്ചു വന്ന കുറേ കാര്യങ്ങളുണ്ട്, നമ്മളിങ്ങനെ ഉറച്ചു വിശ്വസിക്കുന്ന കുറേ വിശ്വാസങ്ങളും പ്രമാണങ്ങളും ഒക്കെ ഉണ്ട്. അതിനെ ശാസ്ത്രത്തിന്റെ കണ്ണിലൂടെ കൂടി ഒന്ന് കാണാൻ ശ്രമിക്കുക. നമ്മുടെ വിദ്യാഭ്യാസത്തെ പ്രയോജനപ്പെടുത്തുക. നമ്മൾ ചില്ലറക്കാരല്ല, നമ്മൾ അധ്യാപകരാണ്. ഒരുപാട് മാറ്റങ്ങൾ നമ്മളിലൂടെ ഉണ്ടാവണം, സമൂഹത്തിന് പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകണം. സമൂഹത്തിനെ ചിന്തിക്കാൻ പഠിപ്പിക്കണം, നേരായ മാർഗത്തിലൂടെ പോകാൻ പഠിക്കണം. ഒരാളെ പോലും തെറ്റായ മാർഗത്തിലേക്ക് തള്ളിയിടാൻ, ഒരാളുടെ മനസ്സ് പോലും വിഷമിപ്പിക്കുന്ന അധ്യാപകരായി ടീച്ചിങ് ആസ്പിരൻസിൽ ഉണ്ടായിരുന്ന ആരും മാറരുത്. അത് എനിക്കൂടി ക്ഷീണമാണ്. അപ്പോൾ ഇങ്ങനെയുള്ളവരെ ചേർത്ത് നിർത്തുക. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. എതിരഭിപ്രായം ഉള്ളവർക്ക് പറയാം കേട്ടോ. ആരെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് പറയാം, നമുക്ക് മാർഗങ്ങളുണ്ടല്ലോ പരിഹരിക്കാൻ. ടീച്ചർ, ഞാൻ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ടീച്ചറുടെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന അഭിപ്രായം തന്നെയാണ്. എൻ്റെ ഒരു സുഹൃത്ത് ഇതേപോലെ ഈയിടെ ഈ ഒരു വിഷയമായിട്ട് ഞങ്ങൾ തമ്മിൽ ചെറിയൊരു ചർച്ച ഉണ്ടായി. അപ്പോ ആ കുട്ടിക്ക് ഒരു തരത്തിൽ ഇങ്ങോട്ട് പറഞ്ഞത് എനിക്ക് ഒരു തരത്തിൽ അവരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഒരു വാദമാണ് അവരുടെ ഭാഗത്ത് നിന്നുണ്ടായത്. പക്ഷെ എനിക്കിപ്പോ ഞാൻ ടീച്ചർ പറയുന്നത് കേട്ടപ്പോ എനിക്ക് എന്നെ ഓർമ്മ വന്നത്. ഞാൻ ഇതേപോലെ തന്നെ ആ കുട്ടിയോട് പറഞ്ഞത്, അതൊരിക്കലും അവരെ കുറ്റം പറയാൻ നമുക്ക് പറ്റില്ല, കാരണം അത് ജനറ്റിക്കലി ഉള്ളതാണ്. അങ്ങനെ ഒരു വിഭാഗം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? എത്ര പേരിങ്ങനെ പ്രശ്നങ്ങൾ അനുഭവിക്കും, പ്രശ്നം അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ. അപ്പൊ ആ കുട്ടികള് അത് ചെറുപ്പത്തിൽ എന്തോരം പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടാവും വന്നിണ്ടാവുക. അപ്പോ എനിക്ക് ടീച്ചർ പറഞ്ഞത് കേട്ടപ്പോ അതാ ഓർമ്മ വന്നത്. അപ്പൊ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു വിഭാഗവും ഉണ്ട്, അവർക്ക് ഒട്ടും പറ്റില്ല. പറയുമ്പോ സങ്കടമുണ്ട്, അവരൊരു അധ്യാപകരാണ് എന്നാലും പറയാണ്. അത് പല അധ്യാപകർക്കും ഉണ്ട്. പക്ഷേ ഈ നമ്മൾ അവരുടെ വേദനകൾ ഇവര് ഷെയർ ചെയ്യുന്നതൊക്കെ കേൾക്കുമ്പോഴാണ് കൂടുതലും നമ്മളൊക്കെ മാറുന്നത്. ഒരു കാലഘട്ടത്തിൽ നമ്മൾ ആരും അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടുള്ളവരായിരുന്നിരിക്കില്ല. പ്രത്യേകിച്ച് നമ്മളെപ്പോലെ 90s ഒക്കെ ആയിട്ടുള്ള ആളുകൾ, അതുപോലെ കുറച്ചുകൂടി പഴയ കാലഘട്ടത്തിൽ ആ ഒരു രീതിയിൽ വളർന്നു വന്ന, അങ്ങനെ വളർത്തപ്പെട്ട ആളുകൾക്കൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് പാടാണ് ആദ്യം. കാര്യം നമ്മൾ ആ രീതിയിലാണ് വളർന്നു വരുന്നത്. പക്ഷെ നമ്മളാവുമ്പോൾ, നമ്മൾ ഇൻഡിപെൻഡന്റ് ആയി കഴിയുമ്പോൾ
നമ്മുടെ ബുദ്ധിയെയും ഇൻഡിപെൻഡന്റ് ആക്കുക, നമ്മുടെ മനസ്സിനെയും ഇൻഡിപെൻഡന്റ് ആക്കുക. അത് ചെയ്തു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. നമ്മളുടെ തലയിൽ മറ്റുള്ളവർ കയറി ഇരുന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മൾ ഇത് ശരിയോ തെറ്റോ എല്ലാ ബാധയും ഒഴിച്ചു വിട്ടിട്ട് നമ്മൾ സ്വയം ആലോചിക്കുക, ഇത് ശരിയാണോ തെറ്റാണോ, എന്തായിരിക്കും അഭിപ്രായം. എന്റെ വിശ്വാസങ്ങൾ പോലും മാറിയത് അങ്ങനെയാണ്. ഞാന് പിന്നെ വളരെ വലിയൊരു കൃഷ്ണഭക്തയും ആ ഒരു രീതിയിലൊക്കെ ഉള്ള ഒരാളായിരുന്നു. ഹൈസ്കൂളിലൊക്കെ മണിക്കൂറുകളോളം വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഭയങ്കര വിഷയം. ഞാൻ ഒരുക്കി വെക്കുന്ന വിളക്ക് ആരെങ്കിലും വന്ന് കത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഭൂകമ്പം, പിന്നെ രാമായണം വായിക്കാത്ത ദിവസങ്ങളില്ല. ഇങ്ങനത്തെയൊക്കെ ഒരാളായിരുന്നു ഞാൻ. അവിടെ നിന്ന് ഞാൻ മാറിയത് എന്റെ വായനയിലൂടെ മാറിയതാണ്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴും ഞാൻ എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്തിരുന്നു. എനിക്ക് ഇങ്ങനെ വലിയ വിശ്വാസം ഇത് മാത്രം ശരി അങ്ങനെയൊന്നുള്ള ആളേ ആയിരുന്നില്ല പണ്ട് തൊട്ടേ. അച്ഛൻ നല്ല ഒരു രാഷ്ട്രീയ പ്രവർത്തകനും ഒക്കെ ആയതുകൊണ്ട് വീട്ടിൽ ഇങ്ങനെ വിളക്ക് കത്തിപ്പിനോടൊക്കെ എതിർപ്പായിരുന്നു. പിന്നെ ഇൻഫ്ലുവൻസ് കിട്ടിയത് അമ്മയുടെ വഴിയിൽ നിന്നാണ്. അമ്മയുടെ അമ്മയൊക്കെ ഇങ്ങനെയാണ്. അപ്പൊ നമ്മളും അവരോടൊപ്പം കുറെ കാലം താമസിക്കേണ്ടി വന്നപ്പോൾ ആ ഒരു രീതിയൊക്കെ ഇഷ്ടമായത് കൊണ്ടൊക്കെ പ്രാക്ടീസ് ചെയ്തതാണ്. പക്ഷെ പിന്നീടാണ് അച്ഛനാണ് ശരിയെന്ന് മനസ്സിലാവുന്നത്. നമ്മൾ ചിന്തിക്കാൻ പ്രാപ്തരാകുമ്പോൾ അച്ഛനായിരുന്നു ശരി. ആത്മവിശ്വാസത്തിന്റെ പാതയാണ് അച്ഛൻ കാണിച്ചു തരുന്നത്. അപ്പൊ അത് വിട്ടിട്ട് നമ്മൾ മറ്റു ആളുകൾ പോകുന്ന വഴി എന്റെ അച്ഛൻ എന്താ ഇങ്ങനെ വ്യത്യസ്തനാവുന്നത്, ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെയാണല്ലോ. എനിക്കന്ന് ചരട് കെട്ടാനൊക്കെ വലിയ ഇഷ്ടമുള്ള ആളാണ്. അച്ഛനാണെങ്കിൽ സമ്മതിക്കില്ല. പല കളറിലൊക്കെ പിള്ളേര് കെട്ടിക്കൊണ്ട് വരുമ്പോ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നിയതൊക്കെ അച്ഛൻ അറിയാതെ ഇവിടെയൊക്കെ ചരട് കെട്ടിയിട്ടുണ്ട്. എന്നിട്ട് സ്കൂളിൽ പോവാൻ നേരത്ത് കയ്യിൽ കെട്ടുക, ഇങ്ങനത്തെയൊക്കെ മണ്ടത്തരമൊക്കെ കാണിച്ചിട്ടുണ്ട് പണ്ടൊക്കെ. അപ്പൊ പിന്നീട് അച്ഛനായിരുന്നു ശരി എന്ന് തിരിച്ചറിയുകയാണ്. നമ്മൾ സ്വയം തിരിച്ചറിയുക എന്നുള്ളതാണ്. നിങ്ങളും അതുപോലെ നിങ്ങളുടെ തലയിൽ ഇരിക്കുന്ന ബാധകളെ ഒഴിപ്പിച്ചു വിട്ടിട്ട് ആലോചിച്ച് നോക്കുക, നമ്മൾ ആരാണ്. നിങ്ങൾ നിങ്ങൾക്ക് വില കൊടുക്കുക. നമ്മൾ അധ്യാപകരാണ്, അതുകൊണ്ട് നമ്മൾ മാതൃകയാകണം. നമ്മളുടെ വിശ്വാസങ്ങളൊന്നും മറ്റുള്ളവരിലേക്ക് അടിച്ച് ഏൽപ്പിക്കാൻ പാടില്ല. ഞാൻ ഈ വസ്ത്രധാരണത്തെ ഒന്നുമല്ല പറയുന്നത്, അതൊക്കെ നമ്മുടെ കംഫർട്ടാണ് അല്ലേ. എനിക്കും എൻ്റെ കംഫർട്ട് വസ്ത്രങ്ങൾ ഇടാൻ എനിക്കിഷ്ടമാണ്. അതുപോലെയാണ് പിന്നെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ അവരുടെ രീതിയിൽ വസ്ത്രം ധരിക്കുന്നതോ അതൊന്നും അല്ല പറയുന്നത്. അല്ലാതെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന പല കാര്യങ്ങളും ഉണ്ട്. നമ്മുടെ വിശ്വാസങ്ങൾ കുട്ടികളിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന സംഭാഷണങ്ങൾ ഉണ്ടാവാതിരിക്കുക, എൻ്റേത് ശരി നിൻ്റേത് തെറ്റെന്ന് പറയാതിരിക്കുക, ഓ അവൻ ഇന്ന ജാതിയാണ് അവൾ ഇന്ന മതമാണ് എന്ന് അറിയാതെ പോലും പറയാതിരിക്കുക. ഇതൊക്കെ ഞാൻ പഠിപ്പിച്ച സ്കൂളിൽ റിപ്പബ്ലിക് ദിനത്തിന് ഞാനൊരു കുഞ്ഞിനെ ഗാന്ധിയായിട്ട് ഒരുക്കി. ഒരു 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു നല്ല എൻ്റെ ഓമനത്വമുള്ള മുഖം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കുട്ടി ഗാന്ധിയാക്കി ഇങ്ങനെ എടുത്തോണ്ട് നടക്കാൻ തോന്നുന്ന ഒരു കുഞ്ഞിനെ അങ്ങനെ ഗാന്ധിയാക്കിയൊക്കെ ഒരുക്കി. അവൻ മൊട്ടയടിച്ചത് കൊണ്ടാണ് അവനെ സെലക്ട് ചെയ്തത്. ഒരുക്കി നിർത്തിയപ്പോഴത്തേക്ക് ഒരു ടീച്ചർ എന്നോട് പറഞ്ഞത്, അവരിപ്പോ HM ആണ്, ആ ടീച്ചർ എന്റെ ചെവിയിൽ വന്ന് പറയാ, ഒരു ജാതിപ്പേര് പറഞ്ഞിട്ട് പിന്നെ അവരുടെ ഉള്ളിൽ അവര് താഴ്ന്നവരാണ്, ആണോ പിടിച്ച് ഗാന്ധിയാക്കിയത് എന്നുള്ള രീതിയിൽ. അപ്പൊ ഗാന്ധി ആക്കി എന്നുള്ളത് അതുപോലെ തന്നെ ബ്രാഹ്മണനാക്കി എന്നുള്ള രീതിയിലും വേറൊരാളെ ബ്രാഹ്മണൻ വേഷം കെട്ടിച്ചപ്പോഴും ഇതേ കമന്റ് ഈ സ്ത്രീ പറഞ്ഞു എന്നുള്ളതാണ്. പിന്നെ അങ്ങനെ ആ ഒരു കമന്റ് ചെവിയിൽ വന്ന് പറയാൻ കാണിച്ചവരുടെ മനസ്സെന്തായിരിക്കും എന്ന് ആലോചിക്കുക. നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന കുഞ്ഞിനെ, നമ്മുടെ അയ്യങ്കാളിയൊക്കെ ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ ഇപ്പോഴും വെറുതെ ആയി പോയല്ലോ എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു സംസാരമായി പോയി അത്. പക്ഷെ സമൂഹത്തിന്റെ കണ്ണില് അവര് നല്ല പ്രവർത്തകയാണ്, നല്ല അധ്യാപകയാണ്, നല്ല അധ്യാപക സംഘടനയിലെ നല്ല നേതാവാണ്, ഇതെല്ലാമാണ്. അവരെന്താണെന്ന് എന്നെ പോലെ സംസാരിച്ചവർക്കേ മനസ്സിലായുള്ളൂ എന്നുള്ളതാണ്. അത് വളരെ വിഷമമുണ്ടാക്കിയൊരു കാര്യമാണ്. അതുപോലെ തന്നെ മറ്റൊരു കുട്ടിക്ക് ഈ പറയുന്ന ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്, സുഖമില്ലാത്തൊരു മോളുണ്ടായിരുന്നു. ആ മോളോട് അപമര്യാദയായിട്ട് കുഞ്ഞുങ്ങൾ പെരുമാറി. അപ്പൊ ആ കുഞ്ഞുങ്ങൾ കണ്ട കാര്യം അവരൊന്ന് പ്രയോഗിച്ചു നോക്കിയതാണ്. അത് തെറ്റാണോ എന്ന് ചോദിച്ചാൽ തെറ്റാണ്. പക്ഷെ അത് കുഞ്ഞുങ്ങളാണ്, ആ കുഞ്ഞുങ്ങളെ തിരുത്തണമായിരുന്നു. തിരിച്ച് അത് അവര് വലിയ എന്തോ കേസ് ചെയ്ത ഒരു പ്രതീതിയിൽ അവരെ പിടിച്ചു നിർത്തുമ്പോൾ അവര് കുറ്റവാളികളായി തന്നെ മാറും. മറിച്ച് അവരെ നമ്മളൊന്ന് ചേർത്ത് നിർത്തി നോക്കിയാൽ അവരുടെ പ്രശ്നം പേരൻസ് ആയിരുന്നു, ആ പേരൻസിലേക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുത്താൽ അത്തരം പ്രവർത്തനങ്ങൾ കുഞ്ഞുങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാതെ അത് രഹസ്യമായി അധികം അവരെ ഷെയിം ചെയ്യിപ്പിക്കാത്ത രീതിയിൽ ഹാൻഡിൽ ചെയ്ത് അവർക്ക് വേണ്ട കൗൺസിലിംഗ് കൊടുത്ത് വിടണം. അല്ലാതെ സ്കൂളിൽ ചർച്ച ചെയ്യലല്ലായിരുന്നു വേണ്ടത്. ഇവരൊക്കെ തന്നെ അത് വലിയ വിഷയങ്ങളാക്കുകയും ചർച്ച ചെയ്യുകയും അവരുടെ കുടുംബത്തെ മൊത്തത്തെ ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ട്.
ഒരു പോക്സോ കേസ് വന്നപ്പോഴും ഇതേ സമീപനത്തിൽ അമ്മ അങ്ങനെയാണ്, അതുകൊണ്ടാണ് മോൾ ഇങ്ങനെ. ചെറിയ കുഞ്ഞിനെതിരെ ഉണ്ടായ ഒരു കേസാണ്, അതിന്റെ ആറ്റിറ്റ്യൂഡ് ഉണ്ടായത് ഇങ്ങനെയാണ്. അപ്പൊ ഇത്തരം സംഭാഷണങ്ങളുള്ള അധ്യാപകരൊക്കെ ഉള്ള കൂട്ടത്തിലേക്കായിരിക്കും നിങ്ങൾ പോവുക. കഴിഞ്ഞ സംവാദത്തിൽ അഞ്ജലി ടീച്ചർ എന്നോട് സംസാരിച്ചത് നിങ്ങൾ കണ്ടല്ലോ, വളരെ വാഗ്വാദപരമായിട്ട്. അത് ഇന്റർവ്യൂ മാർക്കിനെ ബേസ് ചെയ്ത് സംസാരിച്ച രീതിയാണെങ്കിലും അതല്ലെങ്കിലും ടീച്ചർ അങ്ങനെ തന്നെ സ്റ്റാൻഡ് ചെയ്യുന്ന ആളായിരിക്കും. അപ്പം എല്ലാവരും അങ്ങനെ തന്നെ. തെറ്റിനെ കണ്ടാൽ അതിനി ആര് രാജാവാണെന്ന് പറഞ്ഞാലും നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രസവിക്കാതെ അമ്മമാരാവുന്നവരാണ്, 100,000 കുഞ്ഞുങ്ങളുടെ അമ്മമാരായി മാറേണ്ടവരാണ്. അപ്പൊ അതിനെ ശക്തമായി എതിർക്കേണ്ടത് എതിർത്ത് തന്നെ നിൽക്കുക, നല്ല അധ്യാപകരായി മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുക അല്ലയോ? ഓക്കെ അല്ലേ? ഓക്കെ. പുതിയ ആളുകളൊന്നും കിട്ടിയില്ല എന്ന് വിചാരിക്കല്ലേ. ഇതൊക്കെ നമ്മുടെ ചിന്താഗതിയെ മാറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മുടെ സംസാരം നമ്മളെ എല്ലാം അളക്കും. അതുകൊണ്ട് അതെല്ലാം മനസ്സിലാക്കുക. എനിക്ക് ഇത്രയൊക്കെ കിട്ടിയോളൂ, ഇതൊക്കെയാണോ ഞങ്ങൾ നേടാൻ വന്നതെന്നൊന്നും ചിന്തിക്കരുത്. കിട്ടാനുള്ള എല്ലാം കിട്ടി നിങ്ങളെ പരിമപ്പെടുത്തിയേ വിടൂ കേട്ടോ. മഞ്ജു ടീച്ചറൊക്കെ പോയോ? ടീച്ചറെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, അപ്പോഴാണ് ഓട്ടോറിക്ഷ വന്ന് ഞാൻ ഓടിപ്പോയത്. ടീച്ചർ ആ ഭാഷാഭേദത്തിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഇപ്പൊ പല പച്ചക്കറികളായാലും ഇപ്പൊ മീനായാലും നമ്മള് വേറെ ഭാഷകൾ പറയാറുണ്ട് എന്ന്. അപ്പൊ എനിക്ക് തോന്നുന്നു 3ാം ക്ലാസ്സിലെ, എനിക്ക് ഓർമ്മ അറിയില്ല, തെറ്റുണ്ടെങ്കിൽ പറയണേ, 3ാം ക്ലാസ്സിലെ EVS-ലാണെന്ന് തോന്നുന്നു, പപ്പായയുടെ ചിത്രം കൊടുത്തിട്ട് അതിന്റെ നിങ്ങളുടെ നാട്ടിൽ എന്തു പറയും എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം കൊടുത്തതായി ഒരു ഓർമ്മ. അത് തെറ്റുണ്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ എനിക്ക് ഇനി മുന്നത്തേൽ ഞാൻ അങ്ങനെ കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഇപ്പോ അതും കൂടെ പല ഭാഷകള് പല പേരുകൾ പറയുന്നത് കണ്ടെത്താൻ പറയുന്ന ഒരു ഇത് കണ്ടു അവിടെ. അത് തന്നെയാണ് നമുക്കുള്ള ഉത്തരവും അല്ലേ? അപ്പൊ അത് ടീച്ചർ പറഞ്ഞത് കൊണ്ടാണ് ഞാനത് ശ്രദ്ധിക്കുന്നത്. അല്ലാതെ എനിക്ക് കണ്ട ഓർമ്മയില്ല, ഞാൻ മുഴുവനായി നോക്കിയിട്ടില്ല. അപ്പോൾ പിന്നെ ആമുഖത്തിൽ പറയുന്ന കാര്യം അപ്പൊ ഒരു പുസ്തകത്തിലും പ്രാവർത്തികമാക്കിയിട്ടുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. ചോദിച്ചാല് ക്ലാസ് ഒന്നും എടുത്ത് പറയേണ്ടതില്ല. ഇങ്ങനെ EVS-ന്റെ പാഠപുസ്തകത്തില് ഇങ്ങനെ പപ്പായക്ക് ഉള്ള പല പേരുകൾ ചോദിച്ചിട്ടുണ്ട്. അതുപോലും അവനവന്റെ ഭാഷയെ നിലനിർത്താനും ഒക്കെയുള്ള ഒരു സംവിധാനമായിട്ടാണ് തോന്നിയിട്ടുള്ളത് എന്ന് പറയാം. പപ്പായ, കപ്പയ്ക്ക, കപ്ലങ്ങ അങ്ങനെയൊക്കെ പറയത്തില്ലേ? കറമൂസ, ഓമക്കായ, ഞങ്ങളുടെ നാട്ടിൽ ഓമക്കായ എന്നാ പറയുന്നത്. അപ്പൊ അങ്ങനെ പറയും. അപ്പൊ അത് മനസ്സിലാക്കാനാണ്. ഓക്കെ, അപ്പൊ ശരി. ഒരുവിധം ചോദിച്ച ചോദ്യങ്ങളൊക്കെ സാധ്യതയുള്ളതാണ്, നിസ്സാരമായി കാണരുത്. ഓക്കെ ടീച്ചറെ, ഈ ഷഹബാസിന്റെ കേസില്ലേ, അപ്പൊ അവന്റെ പ്രതികളെ എക്സാം എഴുതാൻ അനുവദിച്ചു പറഞ്ഞില്ലേ? അപ്പോ നമുക്ക് നിയമങ്ങളെ മാറ്റി എഴുതാൻ പറ്റും, അങ്ങനൊന്നും സംസാരിക്കാൻ പറ്റില്ലല്ലോ? നിയമങ്ങളെ മാറ്റണം അങ്ങനെ രീതിയിൽ സംസാരിക്കാൻ പാടില്ലല്ലോ? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചായിരുന്നു അതേക്കുറിച്ച്. അല്ല, നിയമങ്ങളെ മാറ്റി എഴുതണം അങ്ങനെ പറയാൻ പറ്റില്ല, അങ്ങനെ പറയാൻ പറ്റുമെന്ന് ചോദിച്ചു. പറ്റുമല്ലോ. ഞാൻ അങ്ങനെയാണ് പറഞ്ഞതും. പിന്നെ ഇപ്പൊ റാഗിങ്ങിനെതിരെ നിയമം പരിശോധിക്കണമെന്ന് പത്രത്തിൽ തന്നെ വരികയും ചെയ്തു. റാഗിങ്ങിനെതിരെയും നമുക്ക് അങ്ങനെ സംസാരിക്കാൻ പറ്റുമോ? ഇന്റർവ്യൂ ബോർഡിൽ അങ്ങനെ പറയാൻ പറ്റും ടീച്ചറെ, ധൈര്യമായിട്ട് പറയാം. നമ്മളല്ലേ പ്രതികരിക്കേണ്ടവര്. അധ്യാപകർ പറയണമല്ലോ നിയമങ്ങൾ മാറ്റപ്പെടേണ്ടതാണ് എന്ന്. ഇത്രയും വർഷം മുമ്പ് എഴുതിയ നിയമം അതുപോലെ പാലിക്കാന്ന് പറഞ്ഞാൽ അതിൽ പരം മണ്ടത്തരം വേറെ ഇല്ല. അത് സമയബന്ധിതമായി കാലബന്ധിതമായിട്ട് മാറ്റങ്ങൾ വരുത്തണം. നിങ്ങൾക്കൊരു കേസ്, ഞാനിപ്പോ റെക്കോർഡല്ല എങ്കിലും ഞാൻ പറയാണ്, പണ്ട് പിന്നെ തൂക്കിക്കൊല്ലാൻ വിധിക്കുക, തൂക്കാൻ വിധിക്കുന്നു എന്നായിരുന്നു പറയുന്നത്. ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. എവിടെയാ കേട്ടത്? കേസോ വക്കീലിനെയോ ഓർമ്മയില്ല. തൂക്കാൻ വിധിക്കുന്നു എന്നാണ് കോടതി പണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നത്. അപ്പൊ ഒരു വക്കീല് എനിക്കും പ്രതിയുടെ ഇത് പ്രോസസ്സിന്റെ കൂടെ നിൽക്കണം എന്നുള്ള രീതിയിൽ അങ്ങനെ നിൽക്കാമെന്ന് തോന്നുന്നു. എനിക്ക് ലീഗൽ വശം അറിയില്ല, ഞാൻ കേട്ട കാര്യമാണ് പറയുന്നത്. അങ്ങനെ ചെല്ലുകയും തൂക്കി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറഞ്ഞു. നിങ്ങൾ കോടതി വിധിയെ കോടതി അലക്ഷ്യമാണ് കാണിക്കുന്നത്, എല്ലാവരുടെയും ജോലി പോകും എന്നുള്ള രീതിയിൽ പറഞ്ഞ ആളെ ഇറക്കി. അതായത് തൂക്കുക എന്നേ പറഞ്ഞോളൂ, തൂക്കി കൊല്ലുക എന്നുണ്ടായിരുന്നില്ല. മനസ്സിലായോ? അതിനുശേഷമാണ് അതിന്റെ സ്റ്റേറ്റ്മെന്റ് തൂക്കിക്കൊല്ലുക എന്ന രീതിയിലേക്ക് മാറ്റിയത് എന്ന രീതിയിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിനി
കോടതി വിധിയാണോ അത് കഥയാണോ അത് ഉള്ളതാണോ എന്നറിയില്ല. ഞാൻ കുഞ്ഞായിരുന്നപ്പോ കേട്ട ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ എല്ലാത്തിലും ലൂപ്പ് ഹോൾ ഉണ്ട്, എവിടെയും ലൂപ്പ് ഹോളുകൾ ഉണ്ടാവും. ആ ലൂപ്പ് ഹോള് നോക്കിയാണ് നമ്മൾ പലപ്പോഴും കുറ്റവാളികൾ രക്ഷപ്പെടുന്നത്. അപ്പൊ അത് പഴുതടച്ച് നിയമം ഉണ്ടാക്കാൻ അറിയാഞ്ഞിട്ടൊന്നുമല്ല, അറിഞ്ഞുകൊണ്ട് പലരും പഴുതുകൾ ഇടുന്നതാണ്. അപ്പൊ അതൊക്കെ മാറ്റി പിന്നെ കൃത്യമായ രീതിയിൽ പരിഹാരം. നമ്മുടെ ഇവിടുത്തെ കുട്ടികളുടെ നിയമങ്ങളെ ശരിയല്ല യഥാർത്ഥത്തില്. കുട്ടികളുടേത് മാത്രമല്ല, ആരുടെയും പല ശിക്ഷാ രീതികളും തെറ്റാണ്. പക്ഷെ വിദേശത്തൊക്കെ ആണെങ്കിൽ അവർക്ക് വേണ്ട കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട്. അവരെ നല്ല വ്യക്തികളാക്കി തിരിച്ചിറക്കുക എന്നുള്ള ഉത്തരവാദിത്വം നമ്മുടേതാണ്, സമൂഹത്തിൻ്റെതും സർക്കാരിൻ്റെതുമാണ്. പക്ഷെ നമ്മുടെ ജയിലിലേക്ക് പോകുന്ന ഒരാളും തിരിച്ചു വരത്തില്ല. എന്ന് വെച്ചാൽ കുറ്റവാളി ആണെങ്കിൽ എന്നും കുറ്റവാളിയാണ്. അത് സമൂഹത്തിന്റെ കണ്ണും അങ്ങനെയാണ്, പോലീസിന്റെ പെരുമാറ്റവും അങ്ങനെയാണ്. ആ ജയിലിലേക്ക് അകപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന, അവരെ വീണ്ടും ക്രൂരരാക്കി മാറ്റുകയാണ്. ഇത്രയും ഞാൻ അനുഭവിച്ചു, ഇനി എന്താണ് എനിക്ക് അനുഭവിക്കാനുള്ള എന്നുള്ള രീതിയിലേക്ക് ആക്കുകയാണ്. പക്ഷെ മറ്റിടങ്ങളിൽ അങ്ങനെയല്ല, അവരെ സൈക്കോളജിക്കലി കൂടി ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് വേണ്ട മാറ്റങ്ങൾ വരുത്തി അവരെ നല്ല മനുഷ്യരാക്കി പുറത്തേക്ക് ഇറക്കുക ആണ് ചെയ്യുന്നത്. അപ്പൊ അത് വേണമെന്നാണ് എന്റെയും ഒരു വ്യക്തിപരമായ അഭിപ്രായം. എന്ന് കരുതി ശിക്ഷിക്കണമെന്നൊന്നുമല്ല, അങ്ങേയറ്റം തെറ്റ് ചെയ്താൽ ശിക്ഷ നടപ്പിലാക്കുക തന്നെ വേണം. ഷഹബാസിലേക്ക് ഇഷ്യൂ പിന്നെ അധികം സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള പലതിനോട് ഞാൻ കണ്ണടയ്ക്കുന്നതാണ്. അല്ലാതെ എന്താ ടീച്ചർ അതിനോട് പ്രതികരിക്കാത്ത പറയാത്ത എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളങ്ങ് ഇല്ലാണ്ടായി പോകുന്ന ന്യൂസുകളാണ് ഇപ്പൊ വരുന്നത്. നിങ്ങളോട് സംസാരിക്കണമെങ്കിൽ ഞാൻ എൻ്റെ മൈൻഡ് അത്രയും ക്ലിയർ ആക്കി വെക്കേണ്ട ഒക്കെ കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും വിട്ടുകളയുന്നത്. പക്ഷെ ഇത് എങ്ങനെ വേണം എന്ത് വേണം എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ഇമോഷന്റെ പുറത്താണെങ്കിൽ ഈ കാണിക്കുന്നത് ശരിയല്ല. നമുക്ക് എന്തെല്ലാം പ്രതികരിക്കാനുണ്ട് ഇതിനകത്ത്. എന്താ നമ്മള് മാറുക, സമൂഹത്തെ മാറ്റുക. ആ ടീച്ചറൊക്കെ പ്രതികരിക്കുന്ന കണ്ടില്ലേ, ഒരു ടീച്ചർ. അതുപോലെ അധ്യാപകരുടെ കയ്യിൽ വടി കൊടുക്കും എന്ന് പറയുന്നതിനോട് ഞാൻ അത്ര യോജിക്കുന്നില്ലെങ്കിലും കൊടുക്കാം എന്ന് കരുതി അതിനെ ദുരുപയോഗം ചെയ്യുന്ന അധ്യാപകരും ഉണ്ട്. അങ്ങനെയൊന്നും ആവാതെ കുറച്ചുകൂടി സൈക്കോളജിക്കലായിട്ട് പെരുമാറി ആ മക്കളെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ഈ തെറ്റ് ചെയ്ത പിള്ളേരും ജനിച്ചു വീണ കുറ്റവാളികളൊന്നും അല്ല. സമൂഹവും നമ്മളും അവരുടെ രക്ഷിതാക്കളും അധ്യാപകരും ഒക്കെ ആക്കി തീർത്തതാണ്. എല്ലാവർക്കും പങ്കുണ്ട്. നമ്മുടെ കയ്യിൽ വീഴുന്ന ഒരു കുഞ്ഞിനെ നോക്കി നമ്മൾ കുറ്റവാളിയാണെന്ന് പറയാൻ പറ്റില്ല. വളർന്നു വരുന്ന രീതിയാണല്ലോ. അപ്പം എല്ലാവർക്കും പങ്കുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടാകാതിരിക്കാൻ എല്ലാവരും ഉണർന്ന് പ്രവർത്തിക്കുക, അതിനുള്ള സംവിധാനങ്ങൾ വരിക. ഇത്രയാണ് പറയാനുള്ളത്. ടീച്ചറിന് ധൈര്യമായിട്ട് പറയാം കേട്ടോ. നിയമങ്ങളിൽ മാറ്റം വരണം. നമ്മുടെ അഭിപ്രായമാണ് നമ്മൾ പറയുന്നത്. എന്തൊക്കെ ചെയ്യാനാകും എന്ന് ചോദിച്ചാൽ ചെയ്ത കാര്യങ്ങളല്ലല്ലോ ചോദിക്കുന്നത്, ഇനി എന്തൊക്കെ ചെയ്യാനാകും എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ എന്ന് ഊന്നി പറയാൻ ശ്രമിക്കണം അവിടെ. പിന്നെ സർക്കാരിന് ഭരണഘടനയ്ക്ക് എതിരാവോ ഞാൻ പറയുന്നത് എന്നുള്ള ഒരു തോന്നലാണ് ഞാൻ ചോദിക്കാൻ. ഭരണഘടന മാറ്റങ്ങൾക്ക് വിധേയമാകേണ്ടതാണ്. അതല്ലേ നമ്മൾ അമെന്റ്മെന്റ് എന്നുള്ള ആശയം വെച്ചേക്കുന്നത്. അമെന്റ് ചെയ്ത് മാറ്റണം. ഓക്കെ ടീച്ചർ. ഓക്കെ, അപ്പൊ ശരി, ഇനി 8 മണിക്ക് കാണാം.